89.6 FM Sargakshetra. പറക്കാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. കൂടെയുള്ളത് ജോ ആണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് സർഗക്ഷേത്ര 89.6 FM. ഇന്ന് ഉയരയിലൂടെ നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന കോഴ്സിനെ കുറിച്ചാണ്. ഒരു സ്ഥാപനത്തിൻ്റെയും അതിൻ്റെ വളർച്ചയ്ക്കും പുരോഗതിക്കും ഒക്കെ അനിവാര്യമായിട്ടുള്ള ഒരു മേഖലയാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. അതിലുപരി അതിൻ്റെ നേതൃത്വം വഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജർ എന്ന് പറയുന്നത്. ഈ ഒരു മേഖലയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു തസ്തികയിലേക്ക് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, എത്തിപ്പെടാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്തൊക്കെ പഠിക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് ഉയരയിലൂടെ നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്, അറിയാനായിട്ട് പോകുന്നത്. ഈ ഒരു മേഖലയുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾക്കെല്ലാം ഉത്തരം നൽകാനായിട്ട് നമ്മുടെ കൂടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. വി ഹാവ് ശ്രീകിരൺ GS, founder and chief learning and development officer at Clap Smart Learn UAE and India. Sir, welcome to the show. Thank you so much. താങ്ക് യു സാർ. എന്തായാലും ഒരുപാട് സമയങ്ങൾക്ക് ഇടയിലാണ്, ഒരുപാട് തിരക്കുകൾക്കിടയിലാണ് നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്തിട്ടുള്ളത്. ഐ എം സോ താങ്ക് യു. ആൻഡ് നമുക്ക് ആദ്യമേ തന്നെ ചോദിക്കുകയാണെങ്കിൽ ഈ HR മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരുപാട് സംശയങ്ങളുള്ള ഒരു മേഖലയാണ്. അതുപോലെ തന്നെ എന്താണ് ഈ ഒരു HR അല്ലെങ്കിൽ ഈ HRM എന്ന് പറയുമ്പോൾ എന്താണ് എന്നുള്ളൊരു സംശയം എല്ലാവർക്കും ഉണ്ട്. സോ ആദ്യമേ തന്നെ ചോദിക്കാനായിട്ടുള്ളത് ഹ്യൂമൻ റിസോഴ്സ് മാനേജർ ആരാണ്? ഓക്കെ, നമുക്ക് ആദ്യം ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്നൊരു മേഖലയിലേക്ക് പറഞ്ഞിട്ട് ഞാൻ മാനേജർ എന്നുള്ളൊരു ഇതിലേക്ക് പോകാം. അതായത് നമ്മളിപ്പോ ഒരു ഓർഗനൈസേഷനെ നമ്മളൊരു ട്രീ ആയിട്ട്, ഒരു മരമായിട്ട് കൺസിഡർ ചെയ്താൽ, കാരണം നമ്മൾ എല്ലായ്പ്പോഴും കാണുന്നത് അതിന്റെ ആ ഒരു എന്താ പറയാ, ആ ഒരു സൈസും അതിന്റെ ലീഫും അതിലുണ്ടാവുന്ന ഫ്രൂട്ട്സും ആണ് നമ്മൾ കൂടുതലും നമ്മൾ കാണുക. അപ്പൊ അതൊരു ഓർഗനൈസേഷനിൽ നമ്മൾ എപ്പോഴും കാണുന്നത് അതിന്റെ ഒരു സെയിൽസ് ആയിട്ടുള്ള ഘടകങ്ങളും അല്ലെങ്കിൽ അതിന്റെ ലോജിസ്റ്റിക്സും, നമ്മളിപ്പോ ഫ്ലിപ്കാർട്ട് പോലുള്ള ഇത് ഡെലിവറി പോകുന്നതൊക്കെയാണ് നമ്മുടെ മനസ്സിൽ ഒരു കമ്പനിയെ സംബന്ധിച്ചുള്ളത്. പക്ഷെ ഇതിന്റെ എല്ലാം സ്ട്രെങ്ത് എന്ന് പറയുന്നത് അതിന്റെ റൂട്ടാണ്. കാരണം ഒരു മരത്തിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് റൂട്ടാണ്. ഈ ഒരു റൂട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. കാരണം ആ ഒരു ഓർഗനൈസേഷന്റെ അടിത്തറ ഏറ്റവും കൃത്യമായിട്ട് ശക്തിപ്പെടുത്തുന്ന ഒന്നാണ് ഈ നമ്മുടെ ഈ ഒരു HR ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അതിനകത്ത് തന്നെ നമ്മളിപ്പോ അതില് എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ നമ്മുടെ ഈ റൂട്ട്സ് ഒരു മരത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യുന്നോ അതെല്ലാം തന്നെയാണ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോ ഒരു റൂട്ടിന്റെ ഒരു വൺ ഓഫ് ദി മേജർ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ആ മരത്തിന് വേണ്ട ന്യൂട്രിയൻസ് വലിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഇതാണ് HR-ന്റെ വൺ ഓഫ് ദി റെസ്പോൺസിബിലിറ്റി, അതായത് റിക്രൂട്ട്മെന്റ് ആൻഡ് ടാലന്റ് അക്വിസിഷൻ. നമ്മൾ നല്ല കൃത്യമായിട്ട് ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും വേണ്ട ആളുകളെ കൃത്യമായി ഐഡന്റിഫൈ ചെയ്ത് അവരെ റിക്രൂട്ട് ചെയ്ത് അവരെ ട്രെയിൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് വൺ ഓഫ് ദി റെസ്പോൺസിബിലിറ്റി. അതുപോലെ തന്നെ ഈ എംപ്ലോയീസിനെ എൻഗേജ് ചെയ്യുക, അവരെ റീറ്റെയിൻ ചെയ്യുക, പിന്നെ അവരുടെ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്, അത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് റെസ്പോൺസിബിലിറ്റിയാണ്. അതുപോലെ തന്നെ പലതരത്തിലുള്ള കംപ്ലയൻസസ് ഉണ്ടാവും. നമുക്കിപ്പോ ഈ ഗവൺമെന്റ് പോളിസീസ് ഒക്കെ ഒരുപാട് ഉണ്ടല്ലോ. അപ്പൊ ഈ കംപ്ലയൻസസ് മാനേജ് ചെയ്യുക, ഇവരുടെ പെർഫോമൻസ് മാനേജ് ചെയ്യുക, ഇങ്ങനെയുള്ള പല ജോബ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആണ് നമുക്ക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിലുള്ളത്. അപ്പം ഇതില് ഹ്യൂമൻ റിസോഴ്സ് മാനേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഓപ്പറേഷണൽ ജോബാണ്. ഓപ്പറേഷണൽ ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡേ ടു ഡേ ആക്ടിവിറ്റീസ്, ആ ഒരു ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഞാൻ ഇപ്പോ പറഞ്ഞ ഈ എല്ലാ ഫംഗ്ഷനാലിറ്റീസിന്റെയും ഒരു ഡേ ടു ഡേ ഓപ്പറേഷൻസ് എൻറ്റയർലി ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജറുടെ ജോലി. ഞാൻ ക്ലിയർ ആക്കിയെന്ന് വിശ്വസിക്കുന്നു. യെസ് ഓഫ് കോഴ്സ്. അപ്പൊ എന്തായാലും ഒരുപാട് ഹെക്റ്റിക് ആയിട്ടുള്ള എന്നാൽ കുറച്ച് മറ്റുള്ള ഒരു റൂട്ടാണല്ലോ ഇത്. അപ്പം അതിന് വേണ്ട ന്യൂട്രിയൻസും എല്ലാം ഓരോ ശിഖരങ്ങളിലേക്ക്, ഓരോ ഇതിലേക്ക് കൊടുക്കാനായിട്ട് കഷ്ടപ്പെടുന്ന ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജറിനെ കുറിച്ചാണ് ഇന്ന് ഉയരയിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അറിയാനും കേൾക്കാനും ഒരുപാട് ബാക്കിയുണ്ട്. കേൾക്കാം ഉയരയിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM Sargakshetra.
വെൽക്കം ബാക്ക് ടു ഉയരെ. പറക്കാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ, കൂടെയുള്ളത് ജോ ആണ്. ഇന്ന് ഉയരയിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ ഈ ഒരു മാനേജറിനെ കുറിച്ചാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു മാനേജ്മെന്റ് കോഴ്സ് എങ്ങനെയൊക്കെ നമുക്ക് പഠിക്കാനായിട്ട് പറ്റും, അല്ലെങ്കിൽ ഏത് മേഖലയാണ് നമ്മൾ ഇതിനു വേണ്ടി തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളൊരു സംശയം കാണും. നമ്മൾ മുമ്പേ കേട്ടു എന്താണ് ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് കേട്ടു. ഒരു ഡേ ടു ഡേ ഓപ്പറേഷനാണ്. ഇപ്പം സാറ് പറഞ്ഞതുപോലെ തന്നെ ഒരു സ്ഥാപനത്തിന്റെ വളരെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ ശ്രദ്ധിക്കുന്ന ഒരു ഡേ ടു ഡേ ഓപ്പറേഷൻ നടത്തുന്ന ഒരു മേഖലയാണ് ഈ ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു മേഖലയിലേക്ക് നമുക്കൊരു ജോലിക്ക് വേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കേണ്ട കോഴ്സുകൾ ഏതൊക്കെ എന്നുള്ളതാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. അപ്പം നമുക്ക് ഉള്ള സംശയങ്ങൾക്ക് ഉത്തരം നൽകാനായിട്ടുള്ള സ്പെഷ്യൽ ഗസ്റ്റ്, ഫൗണ്ടർ ആൻഡ് ചീഫ് ലേണിംഗ് ഡെവലപ്മെന്റ് ഓഫീസർ അറ്റ് ക്ലാബ് സ്മാർട്ട് ലേൺ UAE ആൻഡ് ഇന്ത്യ, നമ്മുടെ സ്വന്തം ട്രെയിനർ ശ്രീ കിരൺ GS. സാർ, ഈ ഒരു HR ആവാനായിട്ട് എന്തൊക്കെ കോഴ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്? സാധാരണ നമ്മൾ MBA ഇൻ HR ആണ് ആളുകൾ ചൂസ് ചെയ്യുന്നത്. ഇതല്ലാതെയുള്ള മറ്റു കോഴ്സുകളും ഏതൊക്കെയാണ്? ഓക്കെ, നമുക്ക് ഇപ്പൊ ഈ ഒരു ബേസിക് ആയിട്ട് നമ്മുടെ ഒരു ഇത് പറയുകയാണെങ്കിൽ, ബേസിക് ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ പറയുകയാണെങ്കിൽ നമ്മൾ നോർമലി കുട്ടികൾ ചൂസ് ചെയ്യുന്നത് BBM, ബാച്ചലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഓർ മാനേജ്മെന്റ്, നമ്മുടെ ഒരു 3 ഇയർ അല്ലെങ്കിൽ 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് ബാച്ചലർ ഡിഗ്രി പ്രോഗ്രാം. അതിനുശേഷം നോർമലി കുട്ടികൾ ചെയ്യുന്നത് പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാം അല്ലെങ്കിൽ PGDM എന്ന് പറയുന്ന ഒരു കോഴ്സ്, ഈക്വൽ ടു MBA. നമ്മുടെ MBA എന്ന് പറയുന്നതിന്റെ തന്നെ പല വേരിയൻസ് ഉണ്ട്. നോമിൻക്ലേച്ചർ ആണ് ഈ പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാം. അല്ലെങ്കിൽ PGDM എന്ന് പറയുന്നത് ഒരു ഡിപ്ലോമ, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ മാനേജ്മെന്റ്. അതുപോലെ തന്നെ MBA, മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഇൻ HR. ഇതൊരു ഓൾട്ടർനേറ്റ് നമ്മളെല്ലാവരും എടുക്കുന്ന നോർമൽ കരിയർ പാതയാണ്. പക്ഷേ ഇതുകൊണ്ട് മാത്രം HR ഒരു കരിയർ ബിൽഡ് ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. അപ്പം MBA HR എന്ന് പറയുന്നത് ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ ആയിട്ട് മാത്രമേ നമുക്ക് കൺസിഡർ ചെയ്യാൻ സാധിക്കൂ. കാരണം ഇന്റർവ്യൂ വരുമ്പോൾ ഇറ്റ്സ് ഗുഡ് ടു ഹാവ്, നമുക്ക് MBA HR ആണ്, ഇത് പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇതോടൊപ്പം നമുക്ക് വേണ്ടത് കുറച്ച് അഡീഷണൽ സർട്ടിഫിക്കേഷൻസ് എടുത്തു കഴിഞ്ഞാൽ ഈ കുട്ടികൾക്ക് ഈ HR ഒരു ജോലി എത്തിപ്പിടിക്കാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. ഞാൻ പറയുന്ന ഒരു ഫുൾ കോഴ്സ് എന്നതിനെ കുറിച്ചല്ല, ഇതെല്ലാം അഡീഷണൽ സർട്ടിഫിക്കേഷൻസ് ആണ്. നമ്മളൊരു സ്പെഷ്യലൈസ്ഡ് മേഖലയിലേക്ക് എത്തുമ്പോഴേക്കും ഈ ഒരു അഡീഷണൽ സർട്ടിഫിക്കേഷൻസ് അവരെ കറക്റ്റായിട്ട് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും. അതിനകത്ത് ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ ഈ ഒരു സൊസൈറ്റി ഫോർ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു സൊസൈറ്റി ഉണ്ട്. അവരുടെ SHRM സർട്ടിഫിക്കേഷൻസ് എന്ന് പറയും. സൊസൈറ്റി ഫോർ ഹ്യൂമൻ, ഗൂഗിൾ ചെയ്യുമ്പോഴേക്കും SHRM സർട്ടിഫിക്കേഷൻസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അതിനകത്ത് തന്നെ എന്താ പറയാ, പ്രൊഫഷണൽ ഇൻ ഹ്യൂമൻ റിസോഴ്സ്, സീനിയർ പ്രൊഫഷണൽ ഇൻ ഹ്യൂമൻ റിസോഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സർട്ടിഫിക്കേഷൻസ് ഉണ്ട്. അപ്പം ഇത് അഡീഷണലി എടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് നമ്മളെന്താ പറയാ, ഇന്റർവ്യൂവിന്റെ സമയത്ത് ഇവർക്കൊരു എക്സ്ട്രാ അഡ്വാൻറ്റേജ് കിട്ടും ഇതിനകത്തേക്ക് വരാനായിട്ട്. അതുപോലെ തന്നെ ഒരു ഇന്റർനാഷണൽ ബോഡിയാണ് CIPD എന്ന് പറയും, ചാർട്ടേഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പേഴ്സണൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്, CIPD. സോ ഈ CIPD എന്ന് പറയുന്നത് നമ്മളിപ്പോ ചാർട്ടേഡ് അക്കൗണ്ടൻസിക്ക് നമുക്ക് നമ്മൾ പറയാറില്ല, ACCA, CA നമ്മൾ പറയുന്നത് പോലെ നമ്മൾ HR-ൽ നമുക്ക് ആത്യന്തികമായിട്ട് കിട്ടാവുന്ന ഒരു സർട്ടിഫിക്കേഷനാണ് ഈ CIPD സർട്ടിഫിക്കേഷൻ എന്ന് പറയാം. അവർക്ക് എൻട്രി ലെവൽ ആണെങ്കിൽ നമുക്ക് ലെവൽ 3 സർട്ടിഫിക്കേഷൻസ് ഉണ്ട്. CIPD-യുടെ ലെവൽ 3 സർട്ടിഫിക്കേഷൻസ് ഉണ്ട്. അപ്പൊ ലെവൽ 3 സർട്ടിഫിക്കേഷൻ എടുക്കുക, അതിനുശേഷം ലെവൽ 5 സർട്ടിഫിക്കേഷൻ എടുക്കുക, പിന്നെ ലെവൽ 7 ആണ്, 357 ആണ് നോർമൽ സർട്ടിഫിക്കേഷൻസ് വരുന്നത്. അതായത് ലെവൽ 3 എന്ന് പറയുന്നത് എൻട്രി ലെവൽ ആണ്. ഇപ്പൊ ആർക്കെങ്കിലും വരണമെന്നുണ്ടെങ്കിൽ ബേസിക് ഫൗണ്ടേഷൻ സർട്ടിഫിക്കറ്റ് ഇൻ പീപ്പിൾ പ്രാക്ടീസ് എന്നാണ് നമ്മൾ ഈ ലെവൽ 3ക്ക് പറയാം. ഇതൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, പലർക്കും എനിക്ക് തോന്നുന്നു നമ്മുടെ HR-ലേക്ക് വരുന്ന പല കുട്ടികളും അറിയാതെ പോകുന്ന കാര്യങ്ങളാണ് ഈ CIPD എന്ന് പറയുന്നത്. സോ ഈ CIPD സർട്ടിഫിക്കേഷൻസ് എടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് HR-ലേക്ക് വരാനായിട്ടുള്ള ഈ ജോലി കിട്ടാനായിട്ട്, അത് ഇന്റർനാഷണലി വാലിഡ് ആണ് കേട്ടോ. ലോകത്ത് എവിടെ പോയാലും ഇന്റർനാഷണലി വാലിഡ് ആയിട്ടുള്ള ഒന്നാണ്. നമ്മൾ ഈ ഡിഗ്രീസ് അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻസ് പറയുമ്പോഴേക്കും നമ്മൾ പ്രധാനമായിട്ടും പറയുന്ന ഒരു കാര്യമാണ് പോർട്ടബിലിറ്റി. പോർട്ടബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡിഗ്രി അല്ലെങ്കിൽ സർട്ടിഫിക്കേഷൻസ് ലോകത്ത് എവിടെ പോയാലും യൂസ് ചെയ്യാൻ പറ്റണം. ഇപ്പൊ നമ്മൾ നാട്ടിൽ നിന്ന് ചെറിയ ചെറിയ ഓർഗനൈസേഷൻസ് കൊടുക്കുന്നുണ്ടാവാം, പല HR സർട്ടിഫിക്കേഷൻസോ കൊടുക്കുന്നുണ്ടാവും. പക്ഷെ ഇത് ഗ്ലോബലി എത്രമാത്രം അക്സെപ്റ്റഡ് ആണ് എന്നൊരു ചോദ്യമുണ്ട്. നാളെ അവർ മിഡിൽ ഈസ്റ്റിൽ ജോലിക്ക് വരുന്നു, അപ്പോഴേക്കും അത് വാലിഡ് ആണോ എന്നൊരു ചോദ്യം വരും. പക്ഷെ ഈ CIPD സർട്ടിഫിക്കേഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ACCA ഒക്കെ പോലെ ഒരു ബോഡിയാണ്. അപ്പൊ CIPD സർട്ടിഫിക്കേഷൻസ് എന്ന് പറയുമ്പോഴേക്കും ലോകത്ത് എവിടെയും വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻ ആണ്. അതിനകത്ത് തന്നെ ലെവൽ 5 ആണെങ്കിൽ അത് അസോസിയേറ്റ് ഡിപ്ലോമ ഇൻ പീപ്പിൾ മാനേജ്മെന്റ് എന്ന് പറയുന്ന സർട്ടിഫിക്കേഷൻ ആണ്. പിന്നെ നമുക്ക് അതിന്റെ ഫെലോ വരെ പോകാം. നമുക്ക് ഫെലോ ഇൻ CIPD നമുക്ക് ഫെലോ വരെ പോകാൻ പറ്റും. നമുക്ക് അതിനകത്ത് ചാർട്ടേഡ് മെമ്പർ ആവാം, ചാർട്ടേഡ് ഫെലോ ആകാം. അപ്പൊ
ഈ ഒരു സർട്ടിഫിക്കേഷൻ ഞാൻ എല്ലാവർക്കും ഒരു സജസ്റ്റ് ചെയ്യുന്ന ഒന്നാണ്. ഈ ഒരു CIPD സർട്ടിഫിക്കേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഈ HR കരിയർ ബിൽഡ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ല ഒന്നാണ്. ആക്ച്വലി CIPD ലെവൽ 3 ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി അവർക്ക് വരാൻ സാധിക്കും. പിന്നെ വരുന്ന ഒന്നാണ് ഈ കുട്ടികൾക്ക് ഈസിലി ജോലി കിട്ടാൻ സാധ്യതയുള്ളതാണ് റിക്രൂട്ട്മെന്റ് മേഖല. HR തന്നെ മറ്റൊരു ഫംഗ്ഷനാണ് റിക്രൂട്ട്മെന്റ് ആൻഡ് ടാലന്റ് സെലക്ഷൻ, ടാലന്റ് അക്വിസിഷൻസ് തുടങ്ങിയ മേഖലയിലേക്ക്. അതിനകത്ത് നമുക്ക് ഇതുപോലെ തന്നെ സർട്ടിഫിക്കേഷൻസ് ഉണ്ട്. റിക്രൂട്ട്മെന്റിനകത്തും ഒരുപാട് സർട്ടിഫിക്കേഷൻസ് ഇൻക്ലൂഡിംഗ് നമ്മുടെ നൗക്കരിയൊക്കെ സർട്ടിഫിക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ റിക്രൂട്ട്മെന്റിനകത്തേക്ക് വരാനായിട്ടുള്ള സർട്ടിഫിക്കേഷൻസ്. അപ്പം ആ മേഖലയിൽ താല്പര്യമുള്ളവർ റിക്രൂട്ട്മെന്റിന്റെ സർട്ടിഫിക്കേഷൻസ് എടുക്കും. നൗക്കരിയുടെ തന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ മാസ്റ്റർ റിക്രൂട്ടർ സർട്ടിഫിക്കേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏത് കമ്പനിയിലേക്കും, ഇപ്പൊ നമ്മുടെ ഈ പറയുന്ന പോലെ ടോപ്പ് നോച്ച് ആയിട്ടുള്ള ഏത് കമ്പനിയിലും നാഷണലി ഇന്റർനാഷണലി പോകാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ കുട്ടികൾക്ക് കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ HR മറ്റൊരു ഫംഗ്ഷനാണ് L&D. കാരണം ഞാൻ ജനറിക് ആയിട്ട് പറയാത്തതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓരോന്നും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള മേഖലയാണ്. അപ്പൊ നമുക്കൊരു ജനറിക് MBA HR കൊണ്ട് മാത്രം ഈ സ്പെഷ്യലൈസ്ഡ് മേഖലയിലേക്ക് പോകാൻ സാധിക്കില്ല. കാരണം ഇപ്പൊ ലേണിംഗ് ആൻഡ് ഡെവലപ്മെന്റ് ഇപ്പം ഞാൻ സ്പെഷ്യലൈസ് ചെയ്യുന്ന മേഖല. ഇപ്പം ലേണിംഗ് ആൻഡ് ഡെവലപ്മെന്റിന്റെ അകത്തേക്ക് വരണം എന്നുണ്ടെങ്കിൽ കുട്ടികൾ അതിനകത്ത് വേണം സ്പെഷ്യലൈസ് ചെയ്യണം. അവരുടെ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് സ്കിൽ എടുത്തിട്ട് വേണം, അതിന്റെ സർട്ടിഫിക്കേഷൻസ് എടുത്തിട്ട് വേണം ഇവർക്ക് ലേണിംഗ് ആൻഡ് ഡെവലപ്മെന്റിലേക്ക്. അതും ഈ CIPD സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അവർക്ക് ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇപ്പം അനലിറ്റിക്സ്, HR അനലിറ്റിക്സിലേക്ക് വരണമെങ്കിൽ അതിന്റെ സർട്ടിഫിക്കേഷൻസ് ഉണ്ട്. അത് HR അനലിറ്റിക്സ്, അതുപോലെ തന്നെ പീപ്പിൾ അനലിറ്റിക്സ് എന്ന് പറഞ്ഞൊരു സർട്ടിഫിക്കേഷൻ ഉണ്ട്. അഡീഷണലി അവർക്കിപ്പം MBA HR പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഈ മാത്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലും കമ്പ്യൂട്ടറിലും ഒക്കെ നല്ലൊരു അവഗാഹവും നല്ലൊരു ഓറിയന്റേഷനും ഉണ്ടെങ്കിൽ അവർക്ക് പീപ്പിൾ അനലിറ്റിക്സ് സർട്ടിഫിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ വളരെ വലിയ ഓപ്പർച്യൂണിറ്റി ആണ്. കാരണം HR അനലിസ്റ്റ് ആയിട്ട് പോകാനായിട്ടും ഒക്കെ വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. അതുപോലെ തന്നെ അതിന്റെ സോഫ്റ്റ്വെയർസ് ഉണ്ട്. പ്രോബ്ലി ഇനി ഏതെങ്കിലും നമ്മൾ കൂടുതൽ ഡിസ്കഷനിലേക്ക് വരുമ്പോഴേക്കും ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. എങ്കിൽ തന്നെയും അതിന്റെ സർട്ടിഫിക്കേഷൻസും ഒക്കെ എടുക്കുമ്പോഴേക്കും കുട്ടികൾക്ക് ആ ഒരു മേഖലയിലേക്ക് വരാനായിട്ടുള്ള അവസരങ്ങൾ കൂടുന്നു. അപ്പൊ ഞാൻ പറയുന്നത് MBA HR അല്ലെങ്കിൽ PGDM HR, PGP HR എന്നതുകൊണ്ട് മാത്രം ലിമിറ്റ് ചെയ്യാതെ ഈ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻസിനകത്തേക്ക് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് HR ഒരു കരിയർ ബിൽഡ് ചെയ്യാനായിട്ട് ചാൻസസ് വളരെ ഹൈ ആണ്. ഓക്കെ, അപ്പൊ എന്തായാലും ആ ഒരു സർട്ടിഫിക്കേഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് സാറ് എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. CIPD, അതുപോലെ തന്നെ റിക്രൂട്ട്മെന്റ് ലെവൽ സർട്ടിഫിക്കേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പം അക്കാര്യങ്ങളോടൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. നമ്മൾ സാധാരണഗതിയിൽ ചൂസ് ചെയ്യുന്ന MBA HR PGDM മാത്രമാക്കാതെ ഈ സർട്ടിഫിക്കേഷൻ കോഴ്സുകളുടെ നമ്മളൊന്ന് ആഡ് ഓൺ ചെയ്യുവാണെങ്കിൽ അത് നമുക്ക് അത്രയും ബെനിഫിഷ്യൽ ആയി മാറത്തേ ഉള്ളൂ എന്ന് തന്നെയാണ് ശ്രീകിരൺ സാർ നമ്മളോട് പറഞ്ഞത്. അപ്പം ഇനിയും കേൾക്കാം HR മാനേജ്മെന്റ് എന്ന മേഖലയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഉയരയിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. സർഗക്ഷേത്ര 89.6 FM ഉയരെയാണ്. കൂടെയുള്ളത് ജോ ആണ്. പറക്കാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. നമ്മൾ പലപ്പോഴും നമ്മൾ ഏതൊരു സ്ഥാപനത്തിൽ ചെന്നാലും കാണുന്ന ഒരു ഡിപ്പാർട്ട്മെന്റാണ് HR എന്ന് പറയുന്നത്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പം ആ ഒരു മേഖലയെക്കുറിച്ചാണ് ഇന്ന് ഉയരയിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം എന്താണ് ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് നമ്മൾ കേട്ടു. ഒരു ഓപ്പറേഷണൽ ജോബാണ് ഈ സംഭവം എന്ന്, അതൊരു റൂട്ട് ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ആണ് എന്നുള്ളതൊക്കെ നമ്മൾ കേട്ടു. അപ്പം ഇതിന് വേണ്ടിയിട്ടുള്ള കോഴ്സുകൾ ഏതൊക്കെയാണ്, കോഴ്സുകളോടൊപ്പം തന്നെ നമ്മൾ ആഡ് ഓൺ ചെയ്യേണ്ട സർട്ടിഫിക്കേഷൻസ് ഏതൊക്കെ എന്നുള്ളത് നമ്മൾ കേട്ടു. ഇനി നമുക്ക് അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ജോലിക്ക് ആവശ്യമായിട്ടുള്ള ആപ്റ്റിറ്റ്യൂഡ്, സ്കിൽ ഏതൊക്കെ എന്നുള്ളതാണ്. നമ്മുടെ ചോദ്യത്തിന് ഉത്തരം പറയാനായിട്ട് നമ്മുടെ കൂടെയുള്ളത് ശ്രീ കിരൺ സാർ, ഫൗണ്ടർ ആൻഡ് ചീഫ് ലേണിംഗ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫീസർ അറ്റ് ക്ലാബ് സ്മാർട്ട് ലേൺ UAE ആൻഡ് ഇന്ത്യ. സാർ, ഈ ഒരു മേഖല തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് എന്തൊക്കെ സ്കിൽ ആണ് ഉണ്ടാവേണ്ടത്? നമുക്ക് വേണ്ട സ്കിൽസ് ആൻഡ് കോമ്പിറ്റൻസീസ് നമുക്ക് ഈ ഒരു HR മാനേജർ അല്ലെങ്കിൽ ആ ഒരു സ്വപ്നത്തിലേക്ക് വരുന്ന കുട്ടികൾക്കെല്ലാം വേണ്ടത് നമുക്കത് 3 കാറ്റഗറി ആയിട്ട് തിരിക്കാം. അതായത് ഒന്ന് നമ്മൾ പറയുകയാണെങ്കിൽ സോഫ്റ്റ് സ്കിൽസ്. സോഫ്റ്റ് സ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും കമ്മ്യൂണിക്കേഷൻ സ്കിൽ. നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടാവണം. അത് നമ്മളിപ്പോ സാധാരണഗതിക്ക് ലാംഗ്വേജ് സ്കിൽ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇത് രണ്ടും ഇന്റർ കണക്റ്റഡ് ആണ്. നല്ല ലാംഗ്വേജ് സ്കിൽ എന്ന് പറയുന്നത് ആ കമാൻഡ് ഓഫ് ദ ലാംഗ്വേജ്, അവർ ഏത് ലാംഗ്വേജ് ആണ് കൂടുതൽ അവിടെ യൂസ് ചെയ്യുന്നത് ആ ലാംഗ്വേജിലുള്ള ഒരു കമാൻഡ് ഉണ്ടാവണം. എംപ്ലോയീസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, കലീഗ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ലാംഗ്വേജ് സ്കിൽ. അതോടൊപ്പം കമ്മ്യൂണിക്കേഷൻ സ്കിൽ, അവർക്ക് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. ആ ഒരു ഡാറ്റ അവരെന്താണ് ഓർഗനൈസേഷന്റെ ഒരു സ്ട്രാറ്റജീസ് ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ വിഷൻ, മിഷൻ, വാല്യൂസ്, കൾച്ചർ, ഇതൊക്കെ കൃത്യമായിട്ട് എംപ്ലോയീസിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ കലീഗ്സിലേക്ക് എത്തിക്കാനുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ, അതുപോലെ ഒരു ഇന്റർപേഴ്സണൽ
സ്കിൽ. കാരണം ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെ ജനറേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് പല കാറ്റഗറിയാണ്. ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ ജനറേഷൻ എക്സ്, നമ്മൾ ജെൻ എക്സ് എന്ന് പറയുന്ന ഒരു ജനറേഷൻ, നമ്മുടെ ഒരു 1980 വരെയുള്ള ഒരു 65 തൊട്ട് 1980 വരെ ജനിച്ച ആളുകളുള്ള ഒരു ജനറേഷൻ എക്സ് എന്ന് പറയുന്ന ഒരു ജനറേഷൻ ഉണ്ട്. അവർ ഇത്തിരി പഴയ ആൾക്കാരാണ്. അവരായിരിക്കും ഒരുപക്ഷെ സീനിയർ പ്രൊഫൈലിൽ ഇരിക്കുന്ന ആളുകൾ. ഇവരെ ഹാൻഡിൽ ചെയ്യണം. അതോടൊപ്പം നമ്മുടെ ഈ സെനിയേഴ്സ് എന്ന് പറയുന്ന ഒരു 80 തൊട്ട് 85 വരെ ഒരു ബ്രിഡ്ജിങ് ആയിട്ടുള്ള ഒരു ജനറേഷൻ ആണ്. അതായത് നമ്മൾ ഒരു ട്രഡീഷണലി ഉള്ള കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്തിട്ട് അതോടൊപ്പം ഡിജിറ്റലി ഉള്ള കാര്യങ്ങളും അറിയാവുന്ന കുറച്ച് ആളുകളുണ്ട് ഓർഗനൈസേഷനിൽ. അതുപോലെ തന്നെ ജനറേഷൻ വൈൻ നോക്കി കഴിഞ്ഞാൽ അവരുടെ ആറ്റിറ്റ്യൂഡേ ടോട്ടലി ഡിഫറെന്റ് ആണ്. അവരുടെ മോട്ടിവേറ്റ് ചെയ്യപ്പെടുന്ന ഫാക്ടേഴ്സ് ഡിഫറെന്റ് ആണ്. അതുപോലെ ജെൻ സി എന്ന് പറയുന്ന പുതിയ ജനറേഷൻ. അപ്പം ഇവരുടെയും എല്ലാവരുടെയും സ്വഭാവ വിശേഷതകളും അവരുടെ ഓറിയന്റേഷൻസും അവർക്ക് വേണ്ട കാര്യങ്ങളും അവരുടെ മോട്ടിവേഷണൽ ഫാക്ടേഴ്സും ഒക്കെ ഡിഫറെന്റ്. അപ്പൊ ഇവരെയൊക്കെ ഒരേ രീതിയിൽ ഹാൻഡിൽ ചെയ്യേണ്ട ഒരു വ്യക്തിയാണ് ഈ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റിലുള്ള ആളുകൾ. അല്ലെങ്കിൽ നമ്മളിപ്പോ ജനറേറ്റ് ചെയ്യണമെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജർ എന്ന് തന്നെ പറയാം. അപ്പം ഇവരെയൊക്കെ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ അത്രയും നല്ല ഇന്റർപേഴ്സണൽ സ്കിൽ ഉണ്ടാവണം. പിന്നെ ഓരോ ദിവസവും വരുന്ന ചലഞ്ചസ് ഡിഫറെന്റ് ആയിരിക്കും. അതിന് വേണ്ടിയിട്ടുള്ള പ്രോബ്ലം സോൾവിംഗ് സ്കിൽ നല്ലപോലെ ഉണ്ടായിരിക്കണം. എംപതി, കമ്പാഷൻ, ലിസ്ണിംഗ് സ്കിൽസ്, നമുക്ക് കേൾക്കാനുള്ള ഒരു കഴിവ്, അതുപോലെ നല്ലൊരു മെന്ററിംഗ് സ്കിൽസ് ഉണ്ടാവണം, നല്ലൊരു കൗൺസിലിംഗ് സ്കിൽ. ഇതൊക്കെ നമുക്ക് വേണ്ട സോഫ്റ്റ് സ്കിൽസ് ആണ്. കാരണം ഇതെല്ലാം നമുക്ക് എന്താ പറയുക, നമ്മൾ ആർജിച്ചെടുക്കേണ്ട, ശരിക്കും നമ്മൾ സ്വയം ട്രെയിൻ ചെയ്തെടുക്കേണ്ട കഴിവുകളാണ് ഇതെല്ലാം തന്നെ. നമ്മൾ പ്രാക്ടീസ് ചെയ്ത് തന്നെ പറയുന്നത്. അതുപോലെ തന്നെ പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് അനലിറ്റിക്കൽ സ്കിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ ഒരുപാട് വരും. ഒരു HR എന്ന് പറയുമ്പോഴേക്കും പലപ്പോഴും നമ്മുടെ കുട്ടികൾ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എനിക്കിതിനകത്ത് എന്താ പറയുക ആളുകളെ ഹാൻഡിൽ ചെയ്താൽ മതിയല്ലോ. അങ്ങനെ മാത്രമല്ല, ഒരു ഓർഗനൈസേഷനിൽ ഇതൊരു വലിയൊരു ഡേറ്റയാണ്. കാരണം ഒരു എത്ര നമ്മുടെ എന്താ പറയാ ഒരു ഓർഗനൈസേഷൻ ഒരു പ്ലാനിങ് ഉണ്ടാവും. ഫസ്റ്റ് തന്നെ ഒരു പ്ലാൻ ചെയ്യുന്നു, എന്തൊക്കെയാണ് നമ്മുടെ ഈ വർഷത്തെ സ്ട്രാറ്റജിക് പ്ലാനിങ്. ഈ പ്ലാനിങ് അനുസരിച്ചിട്ടാണ് അവരുടെ അച്ചീവ്മെന്റും ടാർഗറ്റും എല്ലാം ഫിക്സ് ചെയ്യുന്നു. ഇതിന് വേണ്ട ഹ്യൂമൻ റിസോഴ്സ് എത്ര വേണം എന്നുള്ള കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതിന് എത്ര ഹ്യൂമൻ റിസോഴ്സിനെ നമ്മൾ പുതുതായിട്ട് റിക്രൂട്ട് ചെയ്യണം, എത്ര ആൾക്കാരെ പ്രൊമോട്ട് ചെയ്യണം, അവരുടെ പെർഫോമൻസ് മെട്രിക്സ് എന്തൊക്കെയാണ്, അവരുടെ കീ റെസ്പോൺസിബിലിറ്റി ഇൻഡെക്സ് എന്താണ്, അവരുടെ ബേസിക് നമ്മൾ അവരെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴാണ് നമ്മൾ അവരുടെ ബേസിക് അച്ചീവ്മെന്റ്സ്, അഡ്വാൻസ് ലെവൽ അച്ചീവ്മെന്റ്സ്, ഇതൊക്കെ നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇങ്ങനെയൊക്കെ ഒരുപാട് മെട്രിക്സ് ഉണ്ട്. അപ്പൊ ഈ ഒരു മെട്രിക്സ് വെച്ച് ഓരോ വ്യക്തിയുടെയും പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുക, നമ്മൾ ഓർഗനൈസേഷന്റെ ഗോളിലേക്ക് എത്തുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പൊ നമ്മളൊരു ഹ്യൂമൻ റിസോഴ്സിനെ നമ്മളൊരു ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനൊരു റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്നൊരു സാധനമുണ്ട്. നമ്മളൊരാളെ ട്രെയിൻ ചെയ്യുമ്പോൾ നമുക്ക് എത്രമാത്രം ബെനിഫിറ്റ് തിരിച്ചു കിട്ടി എന്നൊരു സംഭവം ഉണ്ടല്ലോ. ഇങ്ങനെയുള്ള എല്ലാ ഡേറ്റയും ഇന്റർപ്രിറ്റ് ചെയ്യാനുള്ള ആ ഒരു ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ സ്കില്ല് വേണം. പുതിയ ട്രെൻഡ്സ് മനസ്സിലാക്കാനുള്ള കഴിവ് വേണം. ഓർഗനൈസേഷൻ നമ്മൾ എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ പുതിയ ട്രെൻഡുകൾ ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇടയ്ക്ക് വലിയൊരു കോൺവെർസേഷൻ വന്നിരുന്നു. നമ്മുടെ പ്രൊഡക്റ്റിനായ ഒരു ഓൺടർപ്രണർ പറഞ്ഞതുപോലെ 80 മണിക്കൂർ ഒരാഴ്ച നിങ്ങൾ വർക്ക് ചെയ്യണം. അപ്പൊ എന്ന് പറയുമ്പോഴേക്കും അത് HR ഒരു പ്രശ്നമാണ്. എന്റെ ഓർഗനൈസേഷനിലും ഞാനൊരു 80 hours വർക്ക് റൂൾ കൊണ്ടുവരണോ? കഴിഞ്ഞ ദിവസം അതുപോലെ തന്നെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള 1-2 സ്റ്റേറ്റ്മെന്റുകൾ വന്നിരുന്നു. അപ്പം നമ്മൾ മാർക്കറ്റിൽ നടക്കുന്ന ട്രെൻഡ് എന്നാണ്, അതിൽ ഞാൻ എവിടെയാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പം മൂൺ ലൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം നമ്മുടെ ഇടയ്ക്ക് വന്നിരുന്നു. അതായത് മൂൺ ലൈറ്റിംഗ് എന്ന് പറയുമ്പോഴേക്കും ആളുകൾ ഒരു ജോബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ സൈഡ് ഹസലായിട്ട് മറ്റു പല ജോബുകളും ചെയ്യുന്നു. അപ്പം അത് നമ്മൾ ഉണ്ടെന്ന് മനസ്സിലാക്കുമ്പോഴേക്കും എന്റെ ഓർഗനൈസേഷന് ചേരുന്ന പോളിസി എന്താണ്, ഞാൻ അങ്ങനെ മൂൺ ലൈറ്റിംഗ് അലോ ചെയ്യണോ അതോ ചെയ്യാതിരിക്കണോ? അപ്പൊ ഇങ്ങനെയുള്ള ഒരു ട്രെൻഡ് മനസ്സിലാക്കി ആ ഇൻസൈറ്റ് എടുത്ത് അതിന് വേണ്ടിയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനായിട്ടുള്ള ആ ഒരു കഴിവുണ്ടാവണം. ഇന്ന് ഉയരയിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് HR മാനേജ്മെന്റിനെ കുറിച്ചാണ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആ ഒരു മേഖലയെക്കുറിച്ചാണ് ഇന്ന് ഉയരയിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അറിയാനും കേൾക്കാനും ഒരുപാട് ബാക്കിയുണ്ട്. പാട്ടുകൾക്ക് ശേഷം കേൾക്കാം. കൂടെയുള്ളത് ജോ ആണ്. 89.6 FM സർഗക്ഷേത്ര. പറക്കാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. കൂടെയുള്ളത് ജോ ആണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് സർഗക്ഷേത്ര 89.6 FM ഉയരെ. ഇന്ന് ഉയരയിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയും അനിവാര്യ ഘടകമായ
HR മാനേജ്മെന്റിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിനെ കുറിച്ചാണ് ഈ ഒരു മേഖലയെക്കുറിച്ച് സംസാരിക്കാനായിട്ട് നമ്മുടെ കൂടെയുള്ളത് ശ്രീ കിരൺ GS, ഫൗണ്ടർ ആൻഡ് ചീഫ് ലേണിംഗ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫീസർ അറ്റ് ക്ലാബ് സ്മാർട്ട് ലേൺ അറ്റ് UAE ആൻഡ് ഇന്ത്യ. സർ, ഈ ഒരു മേഖല തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് എന്തൊക്കെ ആപ്റ്റിറ്റ്യൂഡാണ് ഉണ്ടാവേണ്ടത്? ഓക്കെ, ഇതോടൊപ്പം തന്നെ നല്ല ടെക്നിക്കൽ എക്സ്പെർട്ടീസ് ഉണ്ടാവണം. കാരണം നമ്മൾ HR പോകുന്ന കുട്ടികൾ, അത് HR എന്ന് തന്നെയല്ല, ഏത് മേഖലയിലേക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു കാലഘട്ടത്തിലേക്ക് പോകുന്ന എല്ലാ കുട്ടികളും നമുക്ക് ഏറ്റവും നന്നായിട്ട് അറിയേണ്ട ഒന്നാണ് മൈക്രോസോഫ്റ്റ് എക്സൽ. കാരണം മൈക്രോസോഫ്റ്റ് വേർഡും പവർ പോയിന്റും ബൈ ഡിഫോൾട്ട് എല്ലാവർക്കും ഒരു പരിധിവരെയൊക്കെ അറിയായിരിക്കും. പക്ഷെ പലപ്പോഴും ആളുകൾ അവഗണിച്ച് വിടുന്ന ഒന്നാണ് മൈക്രോസോഫ്റ്റ് എക്സൽ. എല്ലാവരും വിചാരിക്കും ഫിനാൻസിലേക്ക് പോകുന്ന ആളുകൾ മാത്രം മൈക്രോസോഫ്റ്റ് എക്സൽ പഠിച്ചാൽ പോരെ എന്നുള്ളത്. അങ്ങനെയല്ല, മൈക്രോസോഫ്റ്റ് എക്സൽ ഇന്ന് നമുക്ക് എല്ലാത്തിന്റെയും ബേസ് ആയിട്ടുള്ള സംഭവം. അപ്പം നല്ല രീതിയിൽ മൈക്രോസോഫ്റ്റ് എക്സൽ അറിയാമെങ്കിൽ നമുക്ക് ഈ ഡാഷ്ബോർഡ് ക്രിയേറ്റ് ചെയ്യാനും ഈ അനലിറ്റിക്സ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ്. അപ്പൊ ഈ ഒരു ടെക്നിക്കൽ സ്കില്ലിന്റെ സൈഡിൽ നല്ല രീതിയിൽ മൈക്രോസോഫ്റ്റ് എക്സൽ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഏതെങ്കിലും HRIS ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമൻ റിസോഴ്സ് ഇൻഫർമേഷൻ സിസ്റ്റം, അതുമായിട്ട് ബന്ധപ്പെട്ട ടൂളുകൾ ഏതെങ്കിലും പഠിക്കുക. അല്ലെങ്കിൽ ടെക്നിക്കൽ സ്കിൽ സെറ്റിൽ നമ്മൾ ഈ ഡാറ്റ വിഷ്വലൈസേഷൻ ടൂളുകളുണ്ട്. പല ഓർഗനൈസേഷൻസും ഞാൻ മുൻപേ പറഞ്ഞ ഈ ഡാറ്റ ഉണ്ടല്ലോ, ഈ ഡാറ്റ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി പല ടൂളുകളും യൂസ് ചെയ്യും. ഇപ്പൊ ടെക്നിക്കൽ ടേംസ് ആണോ ക്ഷമിക്കണം ഞാനത് പറയുന്നതിന്, പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് കുട്ടികൾ അറിയേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. കാരണം ഈ പവർ ബി ഐ ടാബ്ലോ എന്നൊക്കെ പറയുന്ന ഡാറ്റ വിഷ്വലൈസേഷൻ ടൂളുകളുണ്ട്. ഇതൊക്കെ അവർക്ക് അറിയാമെങ്കിൽ ഒന്ന് ഇവർക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും ജോലിക്ക്. ഇതോടൊപ്പം നമ്മുടെ കുട്ടികൾക്ക് അറിയാമെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ HR ഒരു ജോലി പെട്ടെന്ന് കിട്ടാനും സാധിക്കും ഈ ഡാറ്റ വിഷ്വലൈസേഷൻ ടൂളുകൾ ഇവർക്ക് അറിയാമെന്നുണ്ടെങ്കിൽ. അപ്പൊ ഞാൻ പറയുന്നത് MBAയോ BBAയോ നിങ്ങൾ പഠിക്കുന്ന ഏതോ ആയിക്കോട്ടെ, മൈക്രോസോഫ്റ്റ് എക്സൽ നന്നായിട്ട് പഠിക്കും. ഷുഡ് നോ ലൈക്ക് ബാക്ക് ഓഫീസ് എന്ന അത്രയും നന്നായിട്ട് പ്രൊഫഷണൽ ആയിട്ട് മൈക്രോസോഫ്റ്റ് എക്സൽ അറിഞ്ഞിരിക്കുക. പറ്റുമെങ്കിൽ ഒരു HRIS ടൂൾ പഠിക്കുക. ഡാറ്റ വിഷ്വലൈസേഷൻ ടൂളുകൾ ലൈക്ക് പവർ BIയോ അങ്ങനെ ഏതെങ്കിലും ഒരു ടൂൾ അറിഞ്ഞിരിക്കുക, എങ്ങനെ യൂസ് ചെയ്യണം എന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ ഇപ്പൊ ഈ പറഞ്ഞ ബാക്കിയെല്ലാം ആഡ് ഓൺ ആണ്. ഇപ്പൊ ഈ പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ട്. SPSS എന്നൊക്കെ പറഞ്ഞിട്ട് MBA പഠിക്കുന്ന കുട്ടികൾക്ക് പഠിക്കുന്നതാണ്. SPSS പഠിക്കുന്നതല്ല, അറ്റ്ലീസ്റ്റ് അവർ ടീച്ചേഴ്സിന് റിസർച്ചിന് വേണ്ടി യൂസ് ചെയ്യുന്ന ടൂളുകളാണ് SPSS ഒക്കെ. അതൊക്കെ അറിയാമെങ്കിൽ നല്ലത്. അത് പിന്നീട് ഓർഗനൈസേഷനിൽ കയറിയിട്ടാണെങ്കിലും അവർക്ക് പഠിക്കാനായിട്ട് സാധിക്കും. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ട സ്കിൽ സെറ്റുകൾ. സോഫ്റ്റ് സ്കില്ലും ഈ അനലിറ്റിക്കൽ സ്കിൽസും അതുപോലെ തന്നെ ടെക്നിക്കൽ ആയിട്ടുള്ള സ്കിൽ സെറ്റുകൾ നമുക്ക് വേണ്ടി വരും. അപ്പോൾ അവര് കോളേജിൽ പഠിക്കുന്ന സമയം പ്രധാനമായിട്ടും ഈ ഒരു നോളജ് വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ഈ ഒരു സ്കില്ലും കൂടെ നന്നായിട്ട് വർദ്ധിപ്പിക്കണം. ഇപ്പൊ നമ്മൾ റിക്രൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത് 4 ഫാക്ടറാണ് ഒരു വ്യക്തിയെ റിക്രൂട്ട് ചെയ്യുന്ന സമയത്ത്. നമ്മൾ KASH എന്നാണ് അതിനെ പറയുക. ഒന്ന് നോളജ്, ഈ കുട്ടിക്ക് എത്രമാത്രം അറിവുണ്ട്. 2 ആറ്റിറ്റ്യൂഡ്, ഈ കുട്ടിയുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്. പിന്നെ വരുന്നതാണ് സ്കിൽസ്. സ്കിൽസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മൾ നോളജിനോടൊപ്പം അല്ലെങ്കിൽ അതിന്റെ മേലെ കൊടുക്കുന്ന ഇമ്പോർട്ടന്റ് ഉള്ള കാര്യമാണ് സ്കിൽസ്. അതോടൊപ്പം കൊടുക്കുന്നതാണ് ഹാബിറ്റ്സ്. കാരണം ഈ സ്കില്ലുകൊണ്ട് മാത്രം കാര്യമായില്ല. കാരണം സ്കിൽസ് എന്ന് പറയുന്നത് വളരെ കോൺഷ്യസ്ലി അവൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും, അല്ലെങ്കിൽ ആ കുട്ടി ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇത് എത്രമാത്രം അവന്റെ ഹാബിറ്റിലേക്ക് അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഹാബിറ്റിലേക്ക് വന്നു എന്നൊരു കാര്യമാണ്. ഹാബിറ്റ് എന്ന് പറയുന്നത് നമ്മൾ അൺകോൺഷ്യസ്ലി ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. അപ്പൊ നമ്മൾ നമ്മുടെ സ്കില്ലില് അത്രയും പ്രൊഫിഷ്യന്റ് ആയെങ്കിൽ മാത്രമാണ് ഇത് നമ്മുടെ ഹാബിറ്റിലേക്ക് ഡിസ്പ്ലേ ആകുള്ളൂ. അപ്പൊ ആ ഒരു നോളജ്, ആറ്റിറ്റ്യൂഡ്, സ്കിൽ ആൻഡ് ഹാബിറ്റ്സ്, ഈ 4 കാര്യങ്ങൾ നമ്മുടെ MBAക്കും BBAക്കും ഒക്കെ പഠിക്കുന്ന കുട്ടികൾ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നോളജ് മാത്രം ബിൽഡ് ചെയ്താൽ പോരാ, ഈ ആറ്റിറ്റ്യൂഡ്, സ്കിൽ ആൻഡ് ഹാബിറ്റ്സും കൂടെ ഇതിന്റെ കൂടെ ബിൽഡ് ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് നല്ലൊരു കരിയർ നമുക്ക് കെട്ടിപ്പടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പൊ എന്തായാലും ഈ ഒരു മേഖല തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ട ചില സ്കിൽ സെറ്റ്, സോഫ്റ്റ് സ്കിൽ, അതുപോലെ തന്നെ അനലിറ്റിക് സ്കില്ല് ആൻഡ് ടെക്നിക്കൽ സ്കില്ല്, ഇതൊക്കെ നമ്മൾ തന്നെ ഈ ഒരു നിമിഷം ഇപ്പം നമ്മൾ പഠിക്കുന്ന ആളുകളാണെങ്കിൽ അതുപോലെ ഇപ്പം ജോലിക്ക് പ്രവേശിച്ചവരാണെങ്കിൽ അവരും ഇതൊക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയായിരുന്നു. ഇതുപോലെ ഈ ഒരു HR മാനേജ്മെന്റ് എന്ന മേഖലയിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഉയരയിൽ നമ്മൾ ഇനി കേൾക്കാനായിട്ട് പോകുന്നത്. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. കൂടെയുള്ളത് ജോ ആണ്. 89.6 FM സർഗക്ഷേത്ര. വെൽക്കം ബാക്ക് ടു ഉയരെ. പറക്കാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. കൂടെയുള്ളത് ജോ ആണ്. ഇന്ന് ഉയരയിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് HR മാനേജ്മെന്റിനെ കുറിച്ചാണ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, സോഫ്റ്റ് സ്കിൽ, അനലിറ്റിക് സ്കിൽ,
ടെക്നിക്കൽ സ്കിൽ, ഇതിനോടൊപ്പം തന്നെ ചേർന്ന് നിൽക്കുന്ന കുറച്ച് കാര്യങ്ങൾ, സോഫ്റ്റ് സ്കില്ലിലേക്ക് വരുവാണെങ്കിൽ ഇന്റർപേഴ്സണൽ സ്കിൽ ഉണ്ടായിരിക്കണം, പ്രോബ്ലം സോൾവിങ് സ്കിൽ ഉണ്ടായിരിക്കണം, എംപത്തറ്റിക് ആവണം, പുതിയ ട്രെൻഡിനൊപ്പം സഞ്ചരിക്കുന്ന ആളുകളായിരിക്കണം. ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ച് അതൊക്കെ പഠിച്ച് അതൊക്കെ ഡെവലപ്പ് ചെയ്ത് നമ്മളൊരു കോഴ്സ് തിരഞ്ഞെടുക്കുന്നു. ഈ കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ ആഡ് ഓൺ ചെയ്യേണ്ട സർട്ടിഫിക്കേഷൻസും ഒക്കെ നമ്മൾ ആഡ് ചെയ്ത് നമ്മളൊരു HR മാനേജ്മെൻറ്റ് ലെവലിലേക്ക് എത്തുന്നു. എന്താണ് HR മാനേജ്മെൻറ്റ് ലെവൽ എന്ന് നമ്മൾ കേട്ടു, ഒരു ഓപ്പറേഷണൽ ജോബാണെന്ന് നമ്മൾ കേട്ട് മനസ്സിലാക്കി. ഇതുപോലെ HR മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മേഖലയിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഉയരയിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇക്കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നതും ഇനി പറഞ്ഞു തരാനായിട്ട് പോകുന്നതും നമ്മുടെ സ്വന്തം ശ്രീ കിരൺ GS സാറാണ്, ഫൗണ്ടർ ആൻഡ് ചീഫ് ലേണിംഗ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫീസർ അറ്റ് ക്ലാബ് സ്മാർട്ട് ലേൺ അറ്റ് UAE ആൻഡ് ഇന്ത്യ. സർ, നമ്മളിങ്ങനെ ഒരു കോഴ്സിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ ഒരു HR മാനേജ്മെൻറ്റ് എന്ന മേഖലയെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ, മറ്റ് പ്രൊഫഷണൽ വർക്ക് ചെയ്ത ഒരാൾക്ക് അല്ലെങ്കിൽ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്ത ഒരാൾക്ക് ഈ ഒരു കരിയർ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അവർക്കത് ഈസിയായി മാറുമോ, അല്ലെങ്കിൽ എന്തായിരിക്കും അവർക്കുണ്ടാകുന്ന ഒരു ബെനഫിറ്റ് എന്തൊക്കെയായിരിക്കും? ഓക്കെ, ഇതിപ്പോ നമുക്ക് മറ്റൊരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സെയിൽസിലോ അല്ലെങ്കിൽ മറ്റൊരു ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് HR-ലേക്ക് വരുന്ന കാര്യമല്ലേ ചോദിച്ചത്. അപ്പൊ നമുക്ക് പ്രധാനമായിട്ടെന്ന് പറയുന്നത് ഇവരുടെ അപ്സ്കില്ലിംഗ് ആണ്. നമ്മുടെ ക്വാളിഫിക്കേഷൻ എന്താണോ അങ്ങനെ അപ്സ്കില്ല് ചെയ്തതിന് ശേഷം നമ്മൾ HR-ലേക്ക് വരുന്നതായിരിക്കും നമുക്ക് എല്ലായ്പ്പോഴും പോസിബിൾ ആവുക. ഇപ്പൊ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ കുറച്ച് സർട്ടിഫിക്കേഷൻസിന്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. അതായത് സൊസൈറ്റി ഫോർ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, CIPD, അതായത് നമ്മുടെ ചാർട്ടേഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പേഴ്സണൽ ആൻഡ് ഡെവലപ്മെന്റിന്റെ സർട്ടിഫിക്കേഷൻ പ്രോഗ്രാംസ് ലെവൽ 3, ലെവൽ 5, ലെവൽ 7 സർട്ടിഫിക്കേഷൻസിനെ കുറിച്ചും അതുപോലെ തന്നെ പീപ്പിൾ അനലിറ്റിക് സർട്ടിഫിക്കേഷൻസ്. അപ്പം ഇങ്ങനെയുള്ള ആ ഒരു സർട്ടിഫിക്കേഷൻസിൽ ഏതെങ്കിലും ഇവർക്ക് ചെയ്യാൻ സാധിച്ചാൽ അവർക്ക് ട്രാൻസിഷൻ വളരെ ഈസി ആയിരിക്കും ഇതിനകത്തേക്ക് വരാൻ. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഇപ്പോൾ സെയിൽസിൽ നിന്ന് ട്രെയിനിങ്ങിലേക്ക് വരുന്ന ഒരുപാട് ആളുകളുണ്ട്. കാരണം സെയിൽസിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ഗുണം നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടാവും. അപ്പൊ ഇദ്ദേഹത്തിന് ഈ ഗ്രൗണ്ട് റിയാലിറ്റീസ് വളരെ നന്നായിട്ട് അറിയാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഇദ്ദേഹം ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റിൽ ഒരു അഡീഷണൽ സർട്ടിഫിക്കേഷൻസ് എടുക്കുകയും അല്ലെങ്കിൽ ട്രെയിൻഡ് ട്രെയിനർ പ്രോഗ്രാമുകൾ എടുക്കുകയും ഈ പറയുന്ന പോലെ CIPD സർട്ടിഫിക്കേഷൻസ് എടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സ്ട്രേറ്റ് അവേ ലേണിംഗ് ആൻഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഇമ്മീഡിയറ്റ്ലി സ്വിച്ച് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് നല്ല രീതിയിൽ IT-യിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ നല്ല IT കോമ്പറ്റൻസി ഉള്ള വ്യക്തിയാണെന്ന് ധരിക്കുക. അപ്പം അദ്ദേഹത്തിന് നമുക്ക് ഈ പറയുന്ന പോലെ പീപ്പിൾ അനലിറ്റിക്സ് ഇത് പഠിച്ചു കഴിഞ്ഞാൽ കുറച്ച് അദ്ദേഹത്തിന് പൈത്തണിൽ ഒരു നോളജ് ഉണ്ടാവും ഒരു പക്ഷേ. അതോടൊപ്പം HRIS സിസ്റ്റം അറിയാമായിരിക്കാം. അതോടൊപ്പം ഞാൻ മുൻപേ പറഞ്ഞ പോലെ ടാബ്ലോ അല്ലെങ്കിൽ നമ്മുടെ പവർ BI പോലുള്ള ടൂളുകൾ അറിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അല്ലെങ്കിൽ അവർക്ക് HR അനലിറ്റിക്സ് എന്നുള്ള മേഖലയിലേക്ക് ചാടാനായിട്ട് സാധിക്കും. അവർക്ക് ജമ്പ് ചെയ്ത് അതിനകത്തേക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റുന്ന മേഖല ഏതാണെന്ന് ഫസ്റ്റ് മനസ്സിലാക്കുക. കാരണം HR എന്ന് പറഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ്ലി ഞാനൊരു HR മാനേജർ ആവാം എന്ന് പറഞ്ഞ് നമുക്ക് പോരാൻ പറ്റില്ല. HR-ൽ ഞാൻ ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ഐഡിയൽ. ഇപ്പൊ എനിക്ക് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ട്, നല്ല ക്ഷമയുണ്ട്, ഐ ക്യാൻ ബി എ റിക്രൂട്ട്മെന്റ് പ്രൊഫഷണൽ. അപ്പൊ അങ്ങനെയാണെങ്കിൽ റിക്രൂട്ട്മെന്റിലെ സർട്ടിഫിക്കേഷൻ എടുത്ത് എനിക്ക് എന്റെ ഇപ്പോഴത്തെ ജോബിൽ നിന്നും അതിനകത്തേക്ക് സ്വിച്ച് ചെയ്യാം. അത് ഞാൻ പറയുന്നത് ഇപ്പൊ ടീച്ചിങ് പ്രൊഫഷണൽ ഒരു വ്യക്തിക്ക് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റിലെ L&D-യിലേക്ക് വരാം, അവർക്കതല്ലെങ്കിൽ റിക്രൂട്ട്മെന്റ് പ്രൊഫഷനിലേക്ക് വരാം. അതല്ല IT പ്രൊഫൈലിലുള്ള ഒരു വ്യക്തിയാണെങ്കിൽ കൂടെ HR-ൽ ഈ പല വിവിധങ്ങളായിട്ടുള്ള മേഖലകളിലേക്ക് വരാനായിട്ട് സാധിക്കും. അപ്പൊ ഏത് മേഖലയിൽ നിന്നും അല്ലെങ്കിൽ ഏത് തൊഴിൽ മേഖലയിൽ നിന്നും അവർക്ക് HR-ലേക്ക് വരാൻ സാധിക്കും, പ്രൊവൈഡഡ് ദേ ആർ റൈറ്റ്ലി സ്കിൽഡ്. അവർ കൃത്യമായിട്ടുള്ള ഒരു അപ്ഗ്രഡേഷൻസും ഒരു സർട്ടിഫിക്കേഷൻസും ഉണ്ടെങ്കിൽ അവർക്ക് അവരുടെ എക്സ്പീരിയൻസ്, ഇതുവരെയുള്ള എക്സ്പീരിയൻസ് അവരുടെ സ്ട്രെങ്ത് ആയിട്ട് കാണിച്ചുകൊണ്ട് വേണം ഇതിനകത്തേക്ക് വരാൻ. കാരണം എനിക്ക് ആ ഒരു നോളജ്, ആറ്റിറ്റ്യൂഡ്, സ്കിൽ ആൻഡ് ഹാബിറ്റ്സിനകത്തുണ്ട്, അതോടൊപ്പം എനിക്ക് റൈറ്റ് ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻസും ഉണ്ട് എന്ന് കാണിച്ചിട്ട് വേണം അവർക്ക് ഈ ഒരു ട്രാൻസാക്ഷൻ, അതൊരു ബുദ്ധിമുട്ടുള്ള ട്രാൻസാക്ഷൻ ആണ് എന്ന് ഒരിക്കലും ഞാൻ പറയില്ല. ബട്ട് ദേ ഹാവ് ടു അപ്സ്കിൽ. അവർ അപ്സ്കിൽ ചെയ്തതിനു ശേഷം മാത്രമാണ് വരാൻ സാധിക്കുക. മറ്റേത് മേഖലയിലേക്ക് നമ്മൾ പോകുന്ന പോലെ തന്നെയാണ് HR മേഖലയും. അല്ലാതെ HR ഒരു ഈസി ജോബാണ്, ഞാൻ അതിനകത്തേക്ക് ജോലി ചെയ്യാം എന്ന് പറഞ്ഞ് ഡയറക്ട്ലി വരാൻ സാധിക്കുന്നതൊന്നല്ല. സോ നമ്മൾ റൈറ്റ്ലി സ്കിൽഡ് ആയിരിക്കണം. ഇപ്പോഴത്തെ ട്രെൻഡിനെ കുറിച്ചും ഇപ്പോൾ നടക്കുന്ന സർട്ടിഫിക്കേഷൻസിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കണം, പുതിയ AI ടൂളുകൾ മനസ്സിലാക്കണം. എങ്കിൽ മാത്രമാണ് നമുക്ക് HR-ലേക്ക് വരാൻ സാധിക്കുക. ട്രാൻസിഷൻ പോസിബിൾ ആണ്, വളരെ റിവാർഡിംഗ് ആണ്, നല്ല മേഖലയാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ഈ സാർ ഇപ്പൊ പറഞ്ഞ കൂട്ടത്തില് ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഇപ്പൊ പലരും വിചാരിക്കുന്നുണ്ട് HR ജോബ് ഒരു ഈസി ജോബാണ്, അതുകൊണ്ട് തന്നെ ഇത് ചൂസ് ചെയ്യാമെന്ന് വിചാരിച്ച് ഇതിലേക്ക് വരുന്ന കുറെ ആളുകളുണ്ട്. അപ്പം ഈ ഒരു ജോബുമായിട്ട് അല്ലെങ്കിൽ ഇതിന്റെ ഈസിനെസ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം, അതിന്റെ എന്തുമാത്രമാണ് എന്നുള്ളത് അറിയേണ്ടതായിട്ടുണ്ട്. അത് പാട്ടുകൾക്ക് ശേഷം കേട്ടറിയാം, ചോദിച്ചറിയാം ഉയരയിലൂടെ. കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കൂടെയുള്ളത് ജോ ആണ്. 89.6 FM സർഗക്ഷേത്ര.
സർഗക്ഷേത്ര 89.6 FM ഉയരെയാണ്. പറക്കാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. ഒരു HR മാനേജ്മെന്റ് എന്ന മേഖലയിലേക്ക് എന്നാ പറഞ്ഞേക്കാം. കാരണം സംഭവം ഇച്ചിരി ഈസിയാണ് എന്ന് പലരും വിചാരിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ കാണുന്ന ഒരു റീലാണ് HR ഇൻ അവർ ഓഫീസ് എന്ന് പറഞ്ഞുകൊണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ലിപ്സ്റ്റിക് ഇടുന്ന അല്ലെങ്കിൽ എപ്പോഴും റീൽസ് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു HR ആയിട്ടൊരു റീൽ, ഒരു ട്രോൾ വീഡിയോസ് ഞാൻ പതിവായിട്ട് എനിക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ വരാറുണ്ട്. നമ്മളതിങ്ങനെ കണ്ടിട്ടുണ്ട്, പലരോടും ഇങ്ങനെ ഷെയർ ചെയ്യാറുണ്ട്. സോ ഈ ഒരു ജോലി ഇത്രമാത്രം ഈസി ആണോ എന്നാണ് എൻ്റെ ഒരു സംശയം. അപ്പോൾ ഈ ഒരു സംശയത്തിന് ഉത്തരം പറയാനായിട്ട് നമ്മുടെ കൂടെയുള്ളത് ശ്രീ കിരൺ GS, ഫൗണ്ടർ ആൻഡ് ചീഫ് ലേണിംഗ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫീസർ അറ്റ് ക്ലാബ് സ്മാർട്ട് ലേൺ അറ്റ് UAE ആൻഡ് ഇന്ത്യ. സാർ, ഇത്രയ്ക്കും ഈസിയാണോ ഈ ഒരു HR മാനേജ്മെന്റ് മേഖലയിലുള്ള ജോലി? ഒരിക്കലും അതൊരു ഈസി ജോബാണെന്ന് പറയില്ല. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഇതൊരു നമ്മളെന്താ പറയാ, പലപ്പോഴും നമ്മളൊരു ട്രോൾ വീഡിയോസ് നമ്മൾ എൻജോയ് ചെയ്യുന്നു എന്നുള്ളതല്ലാതെ അത് ഇത്ര സത്യാവസ്ഥ ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ട് പിടിച്ചിട്ടുള്ള, എന്നാൽ അതേസമയം തന്നെ നമുക്ക് വളരെ റിവാർഡിംഗ് ആയിട്ടുള്ള ഒരു ജോബാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അക്കൗണ്ടബിലിറ്റി വളരെ വലുതാണ്. കാരണം ഈ ഒരു ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ് നമുക്കറിയാം. ഈ ഒരു ഓർഗനൈസേഷന് ഇന്ന രീതിയിൽ ഈ വർഷം അച്ചീവ് ചെയ്യണം. അപ്പൊ അത് അച്ചീവ് ചെയ്യണമെങ്കിൽ അവർക്ക് ഏറ്റവും പ്രധാനമായിട്ടും വേണ്ട എന്താണ്? പെർഫോമിംഗ് ആയിട്ടുള്ള ആളുകളാണ്. ഈ പെർഫോമിംഗ് ആയിട്ടുള്ള ആളുകൾക്ക് ഒരു സ്കിൽ സെറ്റ് നമ്മൾ ആദ്യം തന്നെ എന്താ ചെയ്യുക, ഒരു ഓർഗനൈസേഷനിൽ ഇന്ന ജോലിക്ക് ആളെ വേണം എന്ന് പറയുമ്പോഴേക്കും അതിനൊരു ജോബ് ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും. അപ്പൊ നമ്മൾ അവിടെ ആ ഡിപ്പാർട്ട്മെന്റിലെ ആളുകളുമായി കൺസൾട്ട് ചെയ്ത് ഇതിന് കൃത്യമായിട്ടുള്ള ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് നമ്മൾ നോക്കുന്ന ഈ ജോബ് ഡിസ്ക്രിപ്ഷനിൽ മാച്ച് ആയിട്ടുള്ള ആളുകൾ നമുക്ക് കിട്ടുമെന്നുള്ളതാണ്. അപ്പൊ അതിന് നമ്മൾ പല പ്ലാറ്റ്ഫോമുകൾ നമ്മൾ അതിൽ നിന്ന് റെസ്യൂമേ എടുത്ത് അത് സോർട്ട് ചെയ്ത്, ഇപ്പൊ കുറച്ചൊക്കെ സോഫ്റ്റ്വെയർ ഹെൽപ്പിംഗ് ഉണ്ടാവും എങ്കിൽ തന്നെയും അതിനകത്ത് ആളുകളെ കണ്ടെത്തി ഇവരെ ഇന്റർവ്യൂവിന് വിളിച്ച് അവരുടെ അതിന് വേണ്ടിയിട്ടുള്ള ഇൻസൈറ്റ് കോർഡിനേഷൻസ് ഉണ്ടാവണം. നമുക്ക് ഡിപ്പാർട്ട്മെന്റുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് അതിന്റെ ഇന്റർവ്യൂ നടത്തി അവിടെ സാലറി നെഗോഷിയേഷൻസ് നടത്തി അതിനുശേഷം ഈ വ്യക്തിയെ ഉള്ളിൽ കൊണ്ടുവന്ന് അവരെ ട്രെയിൻ ചെയ്ത് പെർഫോം ചെയ്യണം. ആ സമയത്തായിരിക്കും ഈ വ്യക്തി റിസൈൻ ചെയ്യാനായിട്ട് നിൽക്കുക. ആ സമയത്ത് നമ്മൾ ചെക്ക് ചെയ്യണം എന്തുകൊണ്ടാണ് ഈ വ്യക്തി റിസൈൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെ ഇനി ബാക്കിയുള്ളവരെ റിസൈൻ ചെയ്യാതെ അതിന്റെ അട്രീഷൻ റേറ്റ് കുറയ്ക്കാനായിട്ട് സാധിക്കും. ഇപ്പം കൂടുതൽ റെസിഗ്നേഷൻ വന്നാലും ചോദ്യം വരുന്നത് HR-ലാണ്. കാരണം റിവാർഡ്സ് ആൻഡ് റിക്കഗ്നിഷൻ പോളിസീസ്, മോട്ടിവേഷണൽ ഫാക്ടേഴ്സ്, എംപ്ലോയി എൻഗേജ്മെന്റ്, അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അറ്റ് എ ടൈം നമുക്ക് ചെയ്യാനുണ്ട്. അപ്പം വെറുതെ ഇപ്പൊ നമ്മൾ പറയും ഓക്കെ HR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബർത്ത്ഡേ ദിവസം വിളിച്ച് വിഷ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്, അല്ലെങ്കിൽ ഫ്ലവേഴ്സ് അയച്ചു എന്നല്ലാതെ. കാരണം ഈ വ്യക്തിയുടെ മോട്ടിവേഷൻ ലെവൽ അതേ രീതിയിൽ തന്നെ നിലനിൽക്കുക. ആ വ്യക്തിയെ മോട്ടിവേറ്റ് ചെയ്യാൻ മറ്റുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ മേജർലി കരിയർ മാപ്പിംഗ് എന്ന് പറയുന്ന ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയും കൂടെയാണ്. സോ അതിനകത്ത് ഇത്തവണ നമ്മുടെ നാട്ടിൽ H&R Block എന്ന് പറയുന്ന കമ്പനി വളരെ അപ്രീഷിയബിൾ ആയിട്ടുള്ള ചില അവർ ചിന്തിച്ചത് വേറൊരു തലത്തിലാണ്. നമ്മുടെ എംപ്ലോയീസിന്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാം. അപ്പൊ അവരെ മോട്ടിവേറ്റ് ചെയ്യണമെങ്കിൽ അവരുടെ ബുദ്ധിമുട്ടുകളാണ് ഒഴിവാക്കേണ്ടത്, അല്ലെ? അപ്പൊ ബുദ്ധിമുട്ട് ഒഴിവാക്കുമ്പോഴേക്കും സാധാരണ എല്ലാ കമ്പനിയും ചിന്തിക്കുന്നത് നമ്മൾ അവർക്കൊരു ട്രിപ്പ് കൊണ്ടുപോകാം, അല്ലെങ്കിൽ അവർക്കൊരു ട്രെയിനിങ് കൊടുക്കാം, അങ്ങനെയൊക്കെയാണ്. പക്ഷെ ഇവർ ചിന്തിച്ചത് മാറ്റിയ ചിന്തയാണ്. അവർ ചിന്തിച്ചത് അവരുടെ ഏറ്റവും വലിയ ടെൻഷൻ അവരുടെ മക്കളെ കുറിച്ചാണ്. ഇപ്പൊ മക്കൾക്ക് ഏത് രീതിയിൽ കോഴ്സുകൾ ചൂസ് ചെയ്യണം, ഏതൊക്കെ കരിയറിലേക്ക് പോകാൻ സാധിക്കും, ഇതൊക്കെയാണ് പലപ്പോഴും പേരൻസിന്റെ ടെൻഷൻ. അപ്പൊ അവർ ചെയ്തത് അവർ നമ്മളെ അപ്രോച്ച് ചെയ്ത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള നമ്മളുടെ കരിയർ അസസ്മെന്റ് അവരെടുത്ത് എംപ്ലോയീസിന് കൊടുക്കും. അപ്പൊ എനിക്കത് വളരെ ഒരു ഹാപ്പി ആയിരുന്നു. കാരണം ഒരു ഓർഗനൈസേഷൻ ചിന്തിക്കുന്ന അല്ലെങ്കിൽ HR ഡിപ്പാർട്ട്മെന്റ് ഇത്രയും ഡീപ്പായിട്ട് ചിന്തിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ആ എംപ്ലോയീസിന്റെ എന്തൊക്കെ പ്രോബ്ലംസ്, കാരണം പലപ്പോഴും ആരും ചിന്തിക്കാത്ത പോകുന്നതാണ് എംപ്ലോയീസിന്റെ മക്കളുടെ കരിയർ. അതുവരെ ചിന്തിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്തും ഇന്നോവേഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ മാർക്കറ്റിലെ സാലറി സ്ട്രക്ചർ അതനുസരിച്ച് നമ്മൾ ഓർഗനൈസേഷനിലെ സാലറി സ്ട്രക്ചർ മാനേജ് ചെയ്യണം, റിവാർഡ്സ് ആൻഡ് റിക്കഗ്നിഷൻസ് മാനേജ് ചെയ്യണം, ഇവരെ മോട്ടിവേറ്റ് ചെയ്യണം, ഇവരെ ട്രെയിൻ ചെയ്യണം, ഇവരുടെ അട്രീഷൻ റേറ്റ് മാനേജ് ചെയ്യണം. ഇങ്ങനെ ഒരുപാട് ജോലികളുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്താ പറയാ രസകരമായ റോളുകളുണ്ട് എങ്കിൽ തന്നെ വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള വളരെ അക്കൗണ്ടബിൾ ആയിട്ടുള്ള ഒരു പ്രൊഫഷനാണ് ഈ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഈസി അല്ല. കാരണം നമ്മുടെ ഒരു എംപ്ലോയീസും, അതായത് നമ്മൾക്ക് നമ്മുടെ ഓർഗനൈസേഷനിലുള്ള മറ്റെല്ലാ ഉപകരണങ്ങളും വിൽ കം വിത്ത് യൂസർ മാനുവൽ. അതൊക്കെ ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ്, ഒരു കമ്പ്യൂട്ടർ ആണെങ്കിലും ഒരു പ്രിന്റർ ആണെങ്കിലും ഒരു മെഷീൻ ആണെങ്കിലും അത് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതും അത് എങ്ങനെ ട്രബിൾ ഷൂട്ട് ചെയ്യണം എന്നുള്ളതും യൂസർ മാനുവലിൽ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്.
പക്ഷെ ഒരു ഓർഗനൈസേഷനിലെ ഏറ്റവും വലിയ അസറ്റ് ആണ് അതിന്റെ എംപ്ലോയീസ്. ആ എംപ്ലോയീസ് ഒരിക്കലും ദേ നെവർ കം വിത്ത് എ യൂസർ മാനുവൽ. ഇതിനൊരിക്കലും ഒരു യൂസർ മാനുവൽ ഇല്ല. അവർ ഓരോ സിറ്റുവേഷൻസിലും എങ്ങനെ ബിഹേവ് ചെയ്യണം നമുക്ക് അറിയാൻ സാധിക്കില്ല. ഇവരെ എന്താണ് മോട്ടിവേറ്റ് ചെയ്യുന്നത്, ഇവരെ എങ്ങനെ ട്രബിൾ ഷൂട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളതും അറിയാൻ സാധിക്കില്ല. അപ്പം ഈ മേഖലയിൽ എങ്ങനെ ഈ എംപ്ലോയീസിന്റെ പെർഫോമൻസും ഈ പറയുന്ന രീതിയിൽ മനസ്സിലാക്കി അവരെ എന്താ പറയുക ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന, അവരെ മാനേജ് ചെയ്യുന്ന, അവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഒറ്റ ശാസ്ത്രി പറഞ്ഞാണ്, കാരണം ഐ ആം സോ എക്സൈറ്റഡ് അബൌട്ട് ടു സേ അബൌട്ട് പീപ്പിൾ. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ട്രോളിലൊന്നും കാണുന്നതല്ല ഈ ഒരു മേഖല. ഇറ്റ്സ് സോ ഡിഫിക്കൽട്ട് ആൻഡ് ഇറ്റ്സ് സോ റിവാർഡിങ് അല്ലേ? അബ്സല്യൂട്ട്ലി, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, സത്യം. ഇപ്പം നമുക്ക് ചില HR മേഖല അല്ലെങ്കിൽ HR മാനേജർ ഇല്ലാത്ത ചില ഇൻസ്റ്റിറ്റ്യൂഷനെ കാണുമ്പോഴേ നമുക്കറിയാം അവിടുത്തെ ആളുകൾ അനുഭവിക്കുന്ന, അല്ലെങ്കിൽ അവിടുത്തെ എംപ്ലോയീസ് അനുഭവിക്കുന്ന ചില ബുദ്ധിമുട്ട്. അവർ തന്നെ പറയാറുണ്ട്, ഒരു HR ഉണ്ടായിരുന്നെങ്കിൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്ന് പറയാറുണ്ട്. അപ്പം അതുപോലെ ഒരു റൂട്ട് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് HR മാനേജ്മെന്റ് എന്ന് പറഞ്ഞത്. ആ ഒരു മേഖലയെക്കുറിച്ചാണ് ഇന്ന് ഉയരയിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അറിയാനും കേൾക്കാനും ഒരുപാട് ബാക്കിയുണ്ട്. പാട്ടുകൾക്ക് ശേഷം കേൾക്കാം. കൂടെയുള്ളത് ജോ ആണ്. 89.6 FM സർഗക്ഷേത്ര. പറക്കാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. കൂടെയുള്ളത് ജോ ആണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് സർഗക്ഷേത്ര 89.6 FM ഉയരെ. ഇന്ന് ഉയരയിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയും അനിവാര്യ ഘടകമായ HR മാനേജ്മെന്റിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിനെ കുറിച്ചാണ്. ഈ ഒരു മേഖലയെക്കുറിച്ച് സംസാരിക്കാനായിട്ട് നമ്മുടെ കൂടെയുള്ളത് ശ്രീകിരൺ GS, ഫൗണ്ടർ ആൻഡ് ചീഫ് ലേണിംഗ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫീസർ അറ്റ് ക്ലാബ് സ്മാർട്ട് ലേൺ അറ്റ് UAE ആൻഡ് ഇന്ത്യ. സർ, നമ്മൾ ഈ ഒരു HR മാനേജ്മെന്റ് എന്ന മേഖലയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തുമാത്രമാണ് എന്നുള്ളതാണ് നമ്മൾ മുമ്പേ കേട്ട് അവസാനിപ്പിച്ചത്. ഒരു HR-ൻ്റെ ഒരു ജോലി എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളിലൂടെയാണ് HR കടന്നു പോകുന്നത്, അല്ലെങ്കിൽ ഈ ഒരു മേഖല കടന്നു പോകുന്നത് എന്നുള്ളത് കേട്ടു. അതുപോലെ തന്നെ ഈ ഒരു മേഖലയെക്കുറിച്ച് നമ്മൾ കൂടുതൽ അന്വേഷിക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കുന്ന ചില ടേംസ് ഉണ്ട്. HRIS അനലിസ്റ്റ്, HRBP, റിക്രൂട്ടർ എന്നിങ്ങനെ പല ഡെസിഗ്നേഷൻസ് കേൾക്കാറുണ്ട്. അപ്പം ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? ആൻഡ് ഈ ഒരു മേഖലയിലുള്ള മറ്റു ജോബ് റോൾസ് ഏതൊക്കെയാണ്? ഓക്കെ, നമുക്ക് ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിൽ, അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് അണ്ടറിലുള്ള ജോബുകൾ നമുക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബേസിക്കലി നമ്മൾ കാണുന്ന ഒന്നാണ് റിക്രൂട്ടർ, അതായത് റിക്രൂട്ട്മെന്റ് ഡിപ്പാർട്ട്മെന്റ്, അല്ലെങ്കിൽ ടാലന്റ് അക്വിസിഷൻ, റിക്രൂട്ട്മെന്റ് ടാലന്റ് അക്വിസിഷൻ. അതിനകത്ത് നമുക്ക് ജൂനിയർ റിക്രൂട്ടർ, സീനിയർ റിക്രൂട്ടർ എന്ന് പറയുന്ന പൊസിഷൻസ് ഉണ്ട്. അവരാണ് പ്രധാനമായിട്ടും നമ്മുടെ ഈ റെസ്യൂമിനെ കളക്ട് ചെയ്യുന്നതും അത് സ്ക്രീൻ ചെയ്യുന്നതും അതിൽ നിന്ന് ആളുകളെ ഇന്റർവ്യൂവിനെ വിളിക്കുന്നതും അതിന്റെ കോർഡിനേഷൻസും കാര്യങ്ങളും ഒക്കെ. സോ അതുപോലെ തന്നെ നമ്മളുടെ പിന്നീട് അതിന്റെ മുകളിലേക്ക് വരുന്ന പല ഡിപ്പാർട്ട്മെന്റുകൾ, നമ്മുടെ അതിലൊന്നാണ് HRIS എന്ന് മുമ്പേ പറഞ്ഞ ഹ്യൂമൻ റിസോഴ്സ് ഇൻഫർമേഷൻ സിസ്റ്റം. HRIS പല സോഫ്റ്റ്വെയർസ് ഉണ്ട്. അപ്പൊ അവർ സോഫ്റ്റ്വെയർസിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആളുകൾ. സോ അവരാണ് കൂടുതലായിട്ടും ഈ HRIS, അവരാണ് അനലിറ്റിക്സ് നമുക്ക് തരുന്നതും നമ്മുടെ ഓരോ ഡേറ്റ നമുക്ക് നമ്മുടെ ഇന്റേണൽ മാനേജ്മെന്റ് സിസ്റ്റം ഉണ്ടല്ലോ, ഫുള്ള് നമ്മുടെ എല്ലാ IT കോർഡിനേഷൻസും കാര്യങ്ങളെല്ലാം. സോ ആ ഒരു ഇൻഫർമേഷൻ സിസ്റ്റം ഹാൻഡിൽ ചെയ്യുന്നത് HRIS പ്രൊഫഷണൽസ് ആണ്. പിന്നെ HRBP എന്ന് പറയുന്നത് നോർമലി ഒരു കൺസൾട്ടന്റ് പ്രൊഫൈൽ ആണ്. HRBP അതായത് ഹ്യൂമൻ റിസോഴ്സ് ബിസിനസ് പാർട്ട്ണർ എന്ന് പറയുന്ന പ്രൊഫൈൽ എന്ന് പറയുന്നത്. കാരണം ഇപ്പൊ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഹ്യൂമൻ റിസോഴ്സ് മാനേജർ എന്ന് പറയുന്നത് ഒരു ഓപ്പറേഷണൽ റോളാണ്. അതായത് ഡെയിലി ഓർഗനൈസേഷനിൽ ഹ്യൂമൻ റിസോഴ്സിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ഡേ ടു ഡേ മാനേജ് ചെയ്യുന്ന ആളാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജർ എന്ന് പറയുന്നത്. ഞാൻ HRBP എന്ന് പറയുന്നത് ഒരു സ്ട്രാറ്റജിക് റോളാണ്. ഇപ്പോൾ നമ്മുടെ ടോപ്പ് ലെവൽ എക്സിക്യൂട്ടീവ് റോൾസ് ഉണ്ടല്ലോ, CEO, CXO, ചീഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജർ, അല്ലെങ്കിൽ ചീഫ് ഫിനാൻസ്, അങ്ങനെയുള്ള നമ്മുടെ ഒരു ചീഫ് ലെവൽ ഓഫ് ആളുകളുടെ അടുത്ത്, അല്ലെങ്കിൽ ആ ടോപ്പ് മാനേജ്മെന്റുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് അവർക്ക് ഹ്യൂമൻ റിസോഴ്സ് സ്ട്രാറ്റജി അത് കൺസൾട്ട് ചെയ്ത് സജസ്റ്റ് ചെയ്യുന്ന ആളുകളാണ് ഈ HRBP, ഹ്യൂമൻ റിസോഴ്സ് ബിസിനസ് പാർട്ട്നേഴ്സ് എന്ന് പറയുന്ന ആളുകൾ. സോ അതെന്ന് പറയുന്നത് നമുക്ക് എക്സ്പീരിയൻസ് കുറച്ചുകൂടെ വേണം. അതായത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസും, ഒരു 7 to 8 years അല്ലെങ്കിൽ 10 years എക്സ്പീരിയൻസും, ആ ഒരു ലെവൽ ഓഫ് നമ്മുടെ എക്സ്പോഷേഴ്സ്, നല്ല നല്ല കമ്പനികളിൽ വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പോഷറും അതുപോലുള്ള ചേഞ്ചസും നമ്മൾ ചെയ്തിട്ടുള്ള വ്യക്തികൾക്കാണ് HRBP പോസ്റ്റിലേക്ക് എത്താനായിട്ട് സാധിക്കുക. സോ തുടക്കത്തിലെന്ന് പറയുന്നത് നമുക്ക് അസോസിയേറ്റ് HR, നമ്മുടെ ബേസിക് എൻട്രി ലെവൽ അസോസിയേറ്റ് HR പോലുള്ള റോളുകൾ, അല്ലെങ്കിൽ ജൂനിയർ റിക്രൂട്ടർ തുടങ്ങിയ റോളുകൾ, അല്ലെങ്കിൽ നമ്മുടെ എൻട്രി ലെവൽ ഇപ്പൊ അസോസിയേറ്റ് ട്രെയിനർ, അല്ലെങ്കിൽ L&D പ്രൊഫഷണൽ, ലേണിംഗ് ആൻഡ് ഡെവലപ്മെന്റ്, ജൂനിയർ L&D പ്രൊഫഷണൽ, അങ്ങനെയുള്ള മേഖലയിലായിരിക്കും എൻട്രി ലെവൽ കിട്ടുക. സോ അതിനുശേഷം പിന്നീട് പ്രൊമോഷൻ കിട്ടിയാണ് മറ്റു പല മേഖലയിലേക്കും പോവുക. അതിനിടയ്ക്ക് ഞാൻ പറഞ്ഞപ്പോൾ പുതുതായിട്ട് വരുന്ന മേഖലകളാണ് ഈ പീപ്പിൾ അനലിറ്റിക്സ് റോളൊക്കെ.
സോ HR അനലിറ്റിക്സ് എന്ന് പറയുന്ന മേഖല അത് വളരെ എന്താ പറയാ റിവാർഡിംഗ് ആയിട്ടുള്ള ഒരു മേഖലയാണ്. കുട്ടികൾക്ക് നമ്മുടെ ഈ പറയുന്ന പോലെ പവർ BI പോലുള്ള ടൂളുകളും ഒക്കെ അറിയാമെന്നുണ്ടെങ്കിൽ അവർക്ക് HR അനലിറ്റിക്സിലേക്ക് വരാനായിട്ട് സാധിക്കും. ഒരു IT ഓറിയന്റേഷനും കുറച്ച് പൈത്തണും ആറും ഒക്കെ ഉള്ള ലാംഗ്വേജുകൾ അറിയാം. അതോടൊപ്പം HR നല്ല നോളജ് ഉണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സ് കുറച്ച് ഓറിയന്റേഷൻ ഉണ്ട്, മൈക്രോസോഫ്റ്റ് എക്സൽ നന്നായിട്ട് അറിയാം. അതോടൊപ്പം ഈ പൈത്തൺ നമ്മുടെ ഈ പറഞ്ഞ പവർ BI എന്ന് പറയുന്ന ടൂളൊക്കെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ HR അനലിറ്റിക്സിലേക്ക് വരാനായിട്ടുള്ള ചാൻസസും നമുക്ക് നല്ല രീതിയിൽ ഉള്ള ഒന്നാണ്. അതുപോലെ SAP HR ഒക്കെയാണ് നമ്മൾ നേരത്തെ തൊട്ട് നമ്മൾ കേട്ടിട്ടുള്ള ഒന്നാണ്. SAP ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, SAP സോഫ്റ്റ്വെയർ ടൂളുകൾ കാര്യങ്ങളെല്ലാം തന്നെ. സോ നമുക്ക് ഇങ്ങനെയുള്ള പല പല റോളുകളാണ് ഓർഗനൈസേഷനിലുള്ളത്. അതാണ് ഇതിന്റെ ഒരു ഡിഫറൻസ് ഞാൻ പറഞ്ഞത് ക്ലിയർ ആയി എന്ന് തോന്നുന്നു. എന്തൊക്കെയാണ് ഇതിനകത്ത് വരുന്ന ഇതെന്ന് പറയുന്നത്. കാരണം HRBP ഇത്രയുടെ സീനിയർ റോളാണ്. HRM എന്ന് പറയുന്നത് ഓപ്പറേഷണൽ റോളാണ്. മറ്റേത് സ്ട്രാറ്റജിക് ആണ്, ഓപ്പറേഷണൽ ആണ്. അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ പീപ്പിൾ അനലിറ്റിക്സ് റോളുകൾ, ജൂനിയർ റിക്രൂട്ടർ റോളുകളുണ്ട്. അതുപോലെ പുതിയൊരു ഒന്നാണ് ഞാൻ പറയാൻ വിട്ടുപോയ ഒന്നാണ് ഒരു ഡൈവേഴ്സിറ്റി ആൻഡ് ഇൻക്ലൂഷൻ, അതായത് ഇക്വിറ്റി, ഡൈവേഴ്സിറ്റി ആൻഡ് ഇൻക്ലൂഷൻ. ഇത് പല കമ്പനികളിൽ ഇന്ന് വരുന്ന റോളാണ്. അതായത് ഇന്ന് നമ്മൾ ജെൻഡർ ഇക്വാലിറ്റി, അതുപോലെ തന്നെ ഡൈവേഴ്സിറ്റി ആൻഡ് ഇൻക്ലൂഷൻ. ഇപ്പോൾ നമുക്ക് പല ലേണിംഗ് ഡിസബിലിറ്റീസ് ഉള്ള ആളുകൾ ഉണ്ടാവാം, ഫിസിക്കൽ ഡിസബിലിറ്റീസ് ഉള്ള ആളുകൾ ഉണ്ടാവാം. അതായത് നമ്മൾ ഇവിടെ പറഞ്ഞ പീപ്പിൾ ഓഫ് ഡിറ്റർമിനേഷൻ, പീപ്പിൾ ഓഫ് ഡിറ്റർമിനേഷനിലുള്ള ആളുകൾ ഉണ്ടാവാം. അപ്പം അവരൊക്കെ പല രീതിയിൽ ഏബിൾഡ് ആയിട്ടുള്ള ആളുകളാണ്, അല്ലെങ്കിൽ ജെൻഡർ ഇതുള്ള ആളുകളുണ്ട്. സോ ഇങ്ങനെയുള്ള എല്ലാവരെയും തന്നെ ഇൻക്ലൂസീവ് ആയിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തന്നെ പല ഡിപ്പാർട്ട്മെന്റുകൾ ഓർഗനൈസേഷനിലുണ്ട്. സോ അതിന് ഡൈവേഴ്സിറ്റി, ഇക്വിറ്റി ആൻഡ് ഇൻക്ലൂഷൻ എന്ന് പറയാം. സോ അതിനകത്തും സർട്ടിഫിക്കേഷൻസ് ഉണ്ട്, ഡൈവേഴ്സിറ്റി, ഇക്വിറ്റി ആൻഡ് ഇൻക്ലൂഷനുള്ള സർട്ടിഫിക്കേഷൻസ് ഉണ്ട്. അതെടുത്ത് കഴിഞ്ഞാൽ ആ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് വരാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഹ്യൂമൻ റിസോഴ്സിനുള്ള പ്രാധാന്യം ആക്ച്വലി കൂടിക്കൊണ്ട് വരിക തന്നെയാണ്. കാരണം പലതരത്തിലുള്ള ആളുകൾ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് ഇതിനെല്ലാം ഒരുപോലെ ഓപ്പർച്യൂണിറ്റീസ് കൊടുത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള സോ ഇങ്ങനെയുള്ള പല പല ഡിപ്പാർട്ട്മെന്റുകളും ഇതിനകത്തുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നത് ഡൈവേഴ്സിറ്റി, ഇക്വിറ്റി ആൻഡ് ഇൻക്ലൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മേഖലയുണ്ട്. ഡൈവേഴ്സിറ്റി, ഇക്വിറ്റി ആൻഡ് ഇൻക്ലൂഷൻ, അതുപോലെ HR അനലിറ്റിക്സ്, അതൊക്കെ ഇപ്പോൾ പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒന്നാണ്. HRBP, അങ്ങനെ പല ജോബ് റോൾസ് ആണ് ഈ ഒരു മേഖലയിൽ അടങ്ങിയിട്ടുള്ളത് എന്ന് നമ്മൾ കേട്ടു. അതുപോലെ തന്നെ ഈ ഒരു കോഴ്സുമായിട്ട് അല്ലെങ്കിൽ ഈ ഒരു മേഖലയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇനിയും ഇതുപോലെ നമുക്ക് കേട്ട് അറിയേണ്ടതായിട്ടുണ്ട്. കേൾക്കാം ഉയരയിലൂടെ പാട്ടുകൾക്ക് ശേഷം. കൂടെയുള്ളത് ജോ ആണ്. ആൻഡ് യു ആർ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM കാതോരം, കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. സർഗക്ഷേത്ര 89.6 FM-ൽ ഉയരെയാണ്. പറക്കാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. ഇത്രയൊക്കെ നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിനെ കുറിച്ച് കേട്ടു. അങ്ങോട്ടൊന്നും പറഞ്ഞേക്കാം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു മേഖലയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. എല്ലാ ഡയമെൻഷൻസിലും ഉള്ള കാര്യങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞിട്ടുള്ള അറിവുകൾ ഇനിയും കേൾക്കാം ഉയരയിലൂടെ. നമ്മൾ ഇനി കേൾക്കാനായിട്ട് പോകുന്നത് ഈ ഒരു മേഖലയുടെ പ്രോസ് ആൻഡ് കോൺസിനെ കുറിച്ചാണ്. ഇക്കാര്യം പറഞ്ഞു തരാനായിട്ട് നമ്മുടെ കൂടെയുള്ളത് ശ്രീ കിരൺ GS, ഫൗണ്ടർ ആൻഡ് ചീഫ് ലേണിംഗ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫീസർ അറ്റ് ക്ലാബ് സ്മാർട്ട് ലേൺ അറ്റ് UAE ആൻഡ് ഇന്ത്യ. സർ, ഈ ഒരു മേഖല ഇപ്പം നമുക്കറിയാം ഒരുപാടുണ്ട്. ഇപ്പോൾ ഒരു അംബ്രല ടേമാണ് ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞത്. അതിൽ തന്നെ ഒരുപാട് മേഖലകളുണ്ട്. എക്സിക്യൂട്ടീവ് ഉണ്ട്, അതുപോലെ തന്നെ സീനിയർ മേഖലകളുണ്ട്, ആൻഡ് ഓൾസോ അസോസിയേറ്റ് HR ഉണ്ട്, ട്രെയിനർ ഉണ്ട്, റിക്രൂട്ടർ ഉണ്ട്, ബിസിനസ് പാർട്ട്ണർ HR ഉണ്ട്. അങ്ങനെ പല 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 തരത്തിലുള്ള മേഖലകളുണ്ട്. അപ്പം ഇതിൻ്റെയൊക്കെ ഒരു ഡിമാൻഡ് ഇന്ന് അല്ലെങ്കിൽ ഇനി നമ്മൾ ഇന്നത്തേക്കല്ല നോക്കേണ്ടത്, ഫ്യൂച്ചറിൽ എന്തുമാത്രമാണ് ഇതിൻ്റെ ഡിമാൻഡ്, ആൻഡ് ഓൾസോ ഇതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് എന്തുമാത്രമാണ് ഈ ഒരു മേഖലയുടെ. ഓക്കെ, നമുക്കിപ്പോ HR നമ്മൾ ഓരോ ഓർഗനൈസേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ, ലാർജ് ഓർഗനൈസേഷൻ നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും കൂടുതലുള്ളത് നമ്മുടെ ഒരു സെയിൽസ് അല്ലെങ്കിൽ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും കൂടുതലായിട്ടും ഉണ്ടാവുക. കാരണം അവരെല്ലാ ലൊക്കേഷൻസിലും വേണം. HR ഡിപ്പാർട്ട്മെന്റ് കൂടുതൽ ഒരു സ്ട്രാറ്റജിക് റോളാണ്. അപ്പോൾ ഒരു സ്ട്രാറ്റജിക് റോൾ ഉള്ളതുകൊണ്ട് അവർ കൂടുതലും ഹെഡ് ക്വാർട്ടേഴ്സിലായിരിക്കും. അപ്പം HR ഡിപ്പാർട്ട്മെന്റിലുള്ള ആളുകളുടെ എണ്ണം കമ്പാരറ്റീവ്ലി കുറവായിരിക്കും. അപ്പോൾ റീജിയണൽ ആണെങ്കിലും റീജിയണൽ HRs ഉണ്ടാവും, പക്ഷെ അതൊരു ലാർജ് ടീം ആയിരിക്കില്ല, ചെറിയ ടീമുകളായിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്പർ ഓഫ് വേക്കൻസീസ് ഒരു പരിധി വരെ നമുക്കൊരു സെയിൽസ് ഡിപ്പാർട്ട്മെന്റുമായിട്ടും നമുക്ക് കമ്പയർ ചെയ്യാൻ സാധിക്കില്ല. അതേസമയം എല്ലാ ഓർഗനൈസേഷനിലും വളരെ ഏറ്റവും കൂടുതൽ വേണ്ട ഒന്നാണ്. കാരണം ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും പുതിയ ജനറേഷൻസിനെ നോക്കുകയാണെങ്കിൽ അവർ ഒരുപാട് കാലം ഒരു ഓർഗനൈസേഷനിൽ സ്റ്റിക്ക് ചെയ്യാൻ ആഗ്രഹമില്ലാത്ത ആളുകളാണ്. അതല്ലാന്നുണ്ടെങ്കിൽ അവര് പുതിയ പുതിയ ജോലികളിലേക്കും അവരുടെ കോമ്പറ്റൻസി അനുസരിച്ച് മറ്റു മേഖലയിലേക്കും പോകാൻ താല്പര്യപ്പെടുന്ന വ്യക്തികൾ. അവർ എക്സ്പെരിമെന്റേറ്റീവ് ആണ് വളരെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് പുതിയ പുതിയ ടാലന്റിനെ എപ്പോഴും കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കണം. അപ്പം അതിനകത്ത് തന്നെ ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ള, അപ്പോൾ റിക്രൂട്ട്മെന്റിൽ വേക്കൻസീസ് എല്ലായ്പ്പോഴും കൂടുതലുണ്ടായിരിക്കും.
അതായത് ജൂനിയർ റിക്രൂട്ടർ, സീനിയർ റിക്രൂട്ടർ തുടങ്ങിയ പ്രൊഫൈലിൽ വേക്കൻസീസ് കൂടുതലുണ്ടായിരിക്കും. അതുപോലെ ലേണിംഗ് ആൻഡ് ഡെവലപ്മെന്റ്, കാരണം ഇവരെ എല്ലായ്പ്പോഴും ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ ലേണിംഗ് ആൻഡ് ഡെവലപ്മെന്റിൽ ഓപ്പർച്യൂണിറ്റീസ് എപ്പോഴും ഉണ്ടാകും. അപ്പൊ നമ്മളൊരു HR ജേർണലിസ്റ്റ് എന്ന് പറയുന്ന റോളിനകത്തേക്ക് വരുമ്പോഴേക്കും അവരുടെ എണ്ണം കുറവായിരിക്കും. അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്കുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുമ്പോഴേക്കും മുകളിലേക്ക് പോകും തോറും എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് വേക്കൻസീസിന്റെ അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസിന്റെ എണ്ണം നമ്മളത് ക്വാണ്ടിഫൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്കൊരു സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് അത്രയും ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് HR ഉണ്ടാവില്ല. ഞാൻ പറയുന്നത് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് അവസരങ്ങളുടെ എണ്ണമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, അവസരം എന്നുള്ളതല്ല. സോ ഓപ്പർച്യൂണിറ്റി ഈസ് ഹ്യൂജ്. പക്ഷേ നമ്പർ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ ക്വാണ്ടിഫൈ ചെയ്യുമ്പോഴേക്കും നമുക്ക് ആ ഒരു എണ്ണം ഉണ്ടാവില്ല. പിന്നെ ആ ഒരു മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് എന്ന് പറയുന്നത് ഈ നമുക്ക് ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് HR-നകത്ത് നമ്മൾ എല്ലായ്പ്പോഴും അപ്സ്കില്ല് ചെയ്തുകൊണ്ടിരിക്കണം. ഒരിക്കലും നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മൾ ജോയിൻ ചെയ്തു അത് കഴിഞ്ഞു എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ നമ്മുടെ ജോലി തീരുമാനമായി. അതായത് നമ്മൾ HR-ലേക്ക് നമ്മളൊരു കരിയർ സ്റ്റാർട്ട് ചെയ്തത് കൊണ്ട് നമ്മൾ ഒരിക്കലും ഇൻഡിസ്പെൻസിബിൾ ആകുന്നില്ല. നമുക്ക് അവിടെ നമ്മളെ അപ്സ്കില്ല് ചെയ്തുകൊണ്ടേയിരിക്കണം. നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കണം. സേ ഫോർ എക്സാമ്പിൾ, ഇന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരുപാട് ടൂളുകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ റിക്രൂട്ട്മെന്റ്, പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിക്രൂട്ട്മെന്റ് ആൻഡ് സെലക്ഷൻ നടക്കുന്നത് നമ്മൾ മാനുവലി ആയി. ഇന്ന് അതെല്ലാം തന്നെ ആപ്ലിക്കന്റ് ട്രാക്കിംഗ് സിസ്റ്റം ആണ് ഇന്ന് ചെയ്യുന്നത്. നമ്മളത് സോർട്ട് ചെയ്തതും എടുക്കുന്നതും. ലിങ്ക്ഡിൻ ഇന്ന് വലിയൊരു ടൂളായി വന്നിരിക്കണം. അപ്പൊ നമുക്ക് നല്ല രീതിയിൽ ലിങ്ക്ഡിൻ യൂസ് ചെയ്യാൻ അറിയണം. അല്ലെങ്കിൽ അതുപോലുള്ള പ്രൊഫഷണൽ നെറ്റ്വർക്കിങ്ങുകൾ ഉണ്ടായിരിക്കണം. പല പല പ്രൊഫഷണൽ ബോഡീസ് ഉണ്ട് ഹ്യൂമൻ സോഴ്സിന്റെ. അപ്പൊ നമ്മൾ ആ ബോഡീസിൽ പാർട്ടിസിപ്പേറ്റ് നമ്മൾ ഉണ്ടായിരിക്കണം, മെമ്പർഷിപ്പ് ഉണ്ടായിരിക്കണം. അതുപോലെ CIPD എന്ന് ഞാൻ മുമ്പേ പറഞ്ഞ പോലുള്ള സർട്ടിഫിക്കേഷൻ ലെവൽ 3, അത് കുറച്ച് നമ്മൾ ലെവൽ 5 എടുക്കണം. അതുപോലെ CPD പോയിന്റ്സ് എന്ന് പറയും, കണ്ടിന്യൂസ് പ്രൊഫഷണൽ ഡെവലപ്മെന്റിന്റെ പോയിന്റ്സ് കൊടുക്കുന്ന CPD പോയിന്റ്സ് കൊടുക്കുന്ന പല പല കോഴ്സുകളുണ്ട്. അപ്പൊ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺസ് നമ്മളൊരു HR ജോലി കിട്ടി അതോടുകൂടി കഴിഞ്ഞു എന്നുള്ളതല്ല. ഇവര് അപ്സ്കില്ല് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും കരിയർ ഗ്രോത്ത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമുക്ക് ഒരിക്കലും ജോയിൻ ചെയ്തു മറന്നു കളയാവുന്ന ഒന്നല്ല നമ്മുടെ അപ്സ്കില്ലിംഗ് എന്ന് പറയുന്നത്. കണ്ടിന്യൂസ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ് നമുക്ക് എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കണം. ഇതിൽ നിന്ന് മാത്രമല്ല കേട്ടോ, ഒരു പ്രോസ് ആൻഡ് കോൺസ് അല്ലെങ്കിൽ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഒക്കെ എല്ലാ ജോലിയിലും ഈ ഒന്ന് എപ്പോഴും ഉണ്ട്. നമുക്ക് കരിയറിൽ ഗ്രോ ചെയ്യണമെങ്കിൽ നമ്മൾ അപ്സ്കില്ല് ചെയ്തുകൊണ്ടേയിരിക്കണം. പിന്നെ ഇപ്പൊ വരുന്ന ഒരു ത്രെട്ട് എന്ന് പറയുന്നത് ബേസിക് ലെവലായിട്ടുള്ള HR ജോബുകൾ. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ റിക്രൂട്ട്മെന്റിന്റെ വളരെ ജൂനിയർ റിക്രൂട്ടർ ബേസിക് ലെവലിലുള്ള ജോബുകളൊക്കെ കുറെയൊക്കെ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ജോബുകളൊക്കെ കുറെയൊക്കെ AI വെച്ചിട്ട് എൻഹാൻസ്മെന്റ് ഉണ്ടാവും. ഞാൻ പറയുന്നത് AI ഒരു വ്യക്തിയെ റീപ്ലേസ് ചെയ്യുന്നുള്ളതല്ല. So AI will augment, AI will enhance the performance of an employee. അപ്പൊ നമുക്ക് AI ടൂളുകൾ നമുക്ക് അറിഞ്ഞില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ജോലിയെ ബാധിക്കും. അപ്പൊ അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന AI ടൂളുകൾ നമുക്ക് അറിയാമെങ്കിൽ നമ്മുടെ പെർഫോമൻസ് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യണം. അപ്പോ ആ മേഖലയിൽ വേണ്ട ആളുകളുടെ എണ്ണം കുറയും, പക്ഷേ ഈ ടൂളുകൾ അറിയാവുന്ന ആളുകളുടെ ഡിമാൻഡ് കൂടും. ഞാൻ പറഞ്ഞ വ്യത്യാസം മനസ്സിലായെന്ന് തോന്നുന്നു. ആളുകളുടെ എണ്ണം കുറയാലും നമുക്ക് റിക്വയർമെന്റ് കുറയും, പക്ഷേ നമുക്ക് ഈ ടൂളുകൾ അറിയാവുന്ന ആളുകളെ കുറിച്ചുള്ള റിക്വയർമെന്റ് ആയിരിക്കും നമുക്ക് കൂടുതലായിട്ട് മാർക്കറ്റിൽ വരും. അപ്പൊ പല പല AI ടൂളുകൾ ഒരുപാടുണ്ട്. ഇപ്പൊ റിക്രൂട്ട്മെന്റ് സെലക്ഷൻ സമയത്തും ഇപ്പൊ ഒരുപാട് AI അസസ്മെന്റുകളുണ്ട്. ഇപ്പോ അങ്ങനെയുള്ള ഒരുപാട് അക്ഷൻഡൽ ബേസ്ഡ് ആയിട്ടുള്ള അസസ്മെന്റുകൾ ഉപയോഗിച്ചിട്ടാണ് പലപ്പോഴും ആളുകളെ എടുക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള പല ടൂളുകളും അവിടെ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ ഇതൊന്നും നമുക്ക് എന്താ പറയാ, ഇത് മെറിറ്റ് ആയിട്ടാണോ ഡിമെറിറ്റ് ആയിട്ടാണോ പറയുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഇതൊക്കെ അറിയാമെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് വരാൻ സാധിക്കും. ഇത് അറിഞ്ഞില്ലെങ്കിൽ ഓഫ്കോഴ്സ് അതൊരു ഡിമെറിറ്റ് ആണ്. നമുക്ക് പുറത്തു പോകേണ്ടത് നമ്മളെ അത് അറിയാവുന്ന ഒരു വ്യക്തി നമ്മളെ റീപ്ലേസ് ചെയ്യും. അല്ലാതെ നമ്മളെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയിരിക്കില്ല നമ്മളെ റീപ്ലേസ് ചെയ്യാൻ അറിയാവുന്ന ഒരു വ്യക്തി. ഇതൊരു ഏറ്റവും കൂടുതൽ അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്ക് എല്ലാം തന്നെ ഈ പറഞ്ഞ ഓട്ടോമേഷൻ അകത്തേക്ക് പോകും. അപ്പൊ നമുക്ക് ആ ഓട്ടോമേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് അറിഞ്ഞിരിക്കണം. സോ അതാണ് അതിനകത്ത് വരുന്ന ചലഞ്ച് എന്ന് പറയുന്നത്. പക്ഷേ ഓപ്പർച്യൂണിറ്റീസ് എല്ലായ്പ്പോഴും ഉണ്ടാകും ഈ ടൂളുകൾ അറിഞ്ഞു കഴിഞ്ഞാൽ. സോ ഡിമെറിറ്റ്സ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് അങ്ങനൊരു ഡിമെറിറ്റ് എന്ന് പറയുന്നത് ഈ നമ്പർ ഓഫ് വേക്കൻസീസ് മാത്രമാണ്. സോ എണ്ണം കുറവായിരിക്കും. അപ്പൊ നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. മുമ്പേ പറഞ്ഞ പോലെ MBA HR എന്ന് പറയുന്ന ഇതിൽ മാത്രം ലിമിറ്റ് ചെയ്യാതെ ഈ അഡീഷണൽ സർട്ടിഫിക്കേഷൻസിലും നമ്മുടെ ആ ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള നോളജും ആ ഒരു സ്കിൽ ആൻഡ് ഹാബിറ്റ്സ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ ഡിമെറിറ്റ് ഒക്കെ നമുക്ക് ഓവർകം ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. യെസ്, നമുക്ക് ഈ ഒരു മേഖലയിലുള്ള ക്വാണ്ടിറ്റി കുറവാണെങ്കിലും പക്ഷെ ക്വാളിറ്റി നമ്മൾ ഉറപ്പ് വരുത്തുക. നമ്മൾ അപ്സ്കില്ല് ചെയ്തുകൊണ്ടേ ഇരിക്കുക. നമ്മുടെ തന്നെ ഒരു സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അതാണ് ഈ ഒരു HR മാനേജ്മെന്റ് ലെവലിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു വശം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് പാട്ടാണ് വരുന്നത്. പാട്ടുകൾക്ക് ശേഷം കേൾക്കാം മറ്റു കാര്യങ്ങൾ നമ്മുടെ സ്വന്തം ഉയരയിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കൂടെ ഉള്ളത് ജോ ആണ്. 89.6 FM സർഗക്ഷേത്ര.
വെൽക്കം ബാക്ക് ടു ഉയരെ. പറക്കാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. നമ്മൾ ഏകദേശം നമ്മുടെ ചിറകുകളൊക്കെ ഈ ഒരു കാര്യത്തെക്കുറിച്ച് കേട്ടപ്പോൾ സെറ്റ് ആക്കണം എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഓരോ ദിവസവും നമ്മൾ ഡെവലപ്പ് ചെയ്യണം എന്ന് മനസ്സിലായിട്ടുണ്ട്. പറഞ്ഞു വരുന്നത് നമ്മളിന്ന് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിനെ കുറിച്ചാണ് കേട്ടുകൊണ്ടിരുന്നത്. എന്തൊക്കെ സ്കിൽസ് ആണ് വേണ്ടത്. സോഫ്റ്റ് സ്കിൽസ് വേണം, അതുപോലെ തന്നെ അനലിറ്റിക് സ്കിൽസ് വേണം, ടെക്നിക്കൽ സ്കിൽസ് വേണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ കേട്ടു. ഈ ഒരു മേഖലയുടെ പ്രോസ് ആൻഡ് കോൺസ് കേട്ടു. എന്തൊക്കെ ക്വാളിറ്റിയാണ് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യേണ്ടത് എന്നുള്ളത് കേട്ടു. എന്തൊക്കെ സർട്ടിഫിക്കേഷൻ കോഴ്സുകളാണ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ കേട്ടു. അതുപോലെ തന്നെ ഇപ്പോൾ +2 കഴിഞ്ഞിരിക്കുന്ന ഒരു കുട്ടിക്ക് ഒരു സംശയം ഉണ്ടായിരിക്കും, ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത്. അപ്പം എൻ്റെ ചോദ്യം ഇതാണ്: ഇന്റർ ഡിസിപ്ലിനറി ആയിട്ട് നമ്മൾ ഈ ഒരു മേഖല അല്ലെങ്കിൽ ഈ ഒരു കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ എന്നുള്ളതാണ്. അപ്പം ഈ ഒരു ചോദ്യത്തിന് ഉത്തരവുമായിട്ട് നമ്മുടെ കൂടെയുള്ളത് ഫൗണ്ടർ ആൻഡ് ചീഫ് ലേണിംഗ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫീസർ അറ്റ് ക്ലാബ് സ്മാർട്ട് ലേൺ അറ്റ് UAE ആൻഡ് ഇന്ത്യ, ദ ട്രെയിനർ ശ്രീ കിരൺ GS. സാർ, ഈ ഒരു കോഴ്സിന് ഇപ്പം നമ്മൾ ഇന്റർ ഡിസിപ്ലിനറി കോഴ്സായിട്ട് തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? നമുക്ക് ഇപ്പം +2 കഴിയുന്നൊരു കുട്ടി സ്വാഭാവികമായിട്ടും ഓപ്റ്റ് ചെയ്യുക ബാച്ചുലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ബാച്ചുലർ ഓഫ് ബിസിനസ് മാനേജ്മെന്റ് എന്നുള്ളൊരു മേഖലയാകാം ഒരുപക്ഷെ എടുത്തിട്ടുണ്ടാവാം. സോ അതല്ലെങ്കിൽ ഇപ്പൊ ഈ പറയുന്ന പോലെ ലീഗൽ സ്റ്റഡീസ് വരുന്നവർ ഇതിനകത്തേക്ക് വരാം. സൈക്കോളജി പഠിച്ച കുട്ടികൾക്ക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിലേക്ക് വരാനായിട്ട് സാധിക്കും. സോ ഇതൊന്നും തന്നെ ഈ പറയുന്ന പോലെ ഇവരെല്ലാവരും തന്നെ പഠിക്കുന്നത് ഒരു ഫ്രെയിം വർക്കാണ്. അപ്പൊ നമുക്കിപ്പോ സൈക്കോളജി, BSc സൈക്കോളജി അല്ലെങ്കിൽ BA സൈക്കോളജി പഠിക്കുന്നവരോ ലീഗൽ സ്റ്റഡീസ് പഠിക്കുന്ന പ്രൊഫഷണൽ കുട്ടികളോ BBA HR ഒക്കെ പഠിക്കുന്ന കുട്ടികൾ തന്നെ ഇതിനകത്തേക്ക് വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഈ മുമ്പേ പറഞ്ഞ കുറച്ച് സർട്ടിഫിക്കേഷൻ പ്രോഗ്രാംസ് ഒക്കെ ഇവർ പഠിച്ചു കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ ഇതിനകത്തേക്ക് വരാൻ സാധിക്കും. അപ്സ്കില്ലിംഗ് ആണ്, നമ്മൾ പറഞ്ഞ പോലെ ആ ഒരു അപ്സ്കില്ലിംഗ് ആണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് വരിക. അതുപോലെ പേറോൾ മാനേജ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ എന്നൊരു മേഖലയുണ്ട്, ഇവരുടെ കോമ്പൻസേഷൻ മാനേജ്മെന്റ് ഉണ്ട്. ഇതിനകത്തൊക്കെ സർട്ടിഫിക്കേഷൻസ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഈ പഠിക്കുന്ന കുട്ടികളൊക്കെ ഈ ഒരു പേറോൾ അഡ്മിനിസ്ട്രേഷൻ പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് പേറോൾ മാനേജ്മെന്റ് അഡ്മിനിസ്ട്രേഷനകത്തേക്ക് വരാനായിട്ട് സാധിക്കും. അതുപോലെ കോമ്പൻസേഷൻ ആൻഡ് ബെനിഫിറ്റ് മാനേജ്മെന്റ് പഠിച്ചു കഴിഞ്ഞാൽ അതിനകത്തേക്ക് വരാൻ സാധിക്കും. പിന്നെ ഇപ്പൊ ഞാൻ മുമ്പേ പറഞ്ഞ ഇതിനകത്ത് തന്നെ ഞാൻ എടുത്തിട്ട് പറയുകയാണ്, ഇവരൊക്കെ തന്നെ ഇതിനകത്ത് സ്റ്റാറ്റിസ്റ്റിക്സിൽ ഒന്നുമായിട്ട് ഫോക്കസ് ചെയ്യാൻ സാധിച്ചാൽ, അതോടൊപ്പം മൈക്രോസോഫ്റ്റ് എക്സൽ നന്നായിട്ട് അറിഞ്ഞിരുന്ന് ഈ പറയുന്ന കുറച്ച് ഒരു ഇന്റർ ഡിസിപ്ലിനറി ആയിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ പൈത്തൺ പോലുള്ള നമ്മുടെ ലാംഗ്വേജസ് ഉണ്ടല്ലോ, പൈത്തൺ R പോലുള്ള ഇന്നത്തെ AI ലാംഗ്വേജ്, നമ്മുടെ ബേസ്ഡ് ആയിട്ടുള്ള ലാംഗ്വേജസ്, പൈത്തൺ ലാംഗ്വേജസ് പഠിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് നെക്സ്റ്റ് ലെവൽ ഓഫ് കാര്യങ്ങളിലേക്ക് പോകാൻ സാധിക്കും. അതാണ് നമ്മൾ മുമ്പേ പറഞ്ഞ മൈക്രോസോഫ്റ്റിന്റെ പവർ BI അല്ലെങ്കിൽ ടാബ്ലോ പോലുള്ള ഡേറ്റ വിഷ്വലൈസേഷൻ ടൂളുകളുണ്ട്. ഈ ടൂളുകളിൽ നല്ല പ്രൊഫിഷ്യന്റ് ആവുകയും അതോടൊപ്പം HR നല്ല അവഗാഹവും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇവർക്ക് ഈ പീപ്പിൾ അനലിറ്റിക്സ്, HR അനലിറ്റിക്സ് തുടങ്ങിയ മേഖലയിലേക്ക് പോകാനായിട്ട് സാധിക്കും. ഇത് ഇനി അങ്ങോട്ടേക്ക് വളരെ ഡിമാൻഡ് ഉള്ള ഒരു മേഖലയാണ്, ഇപ്പോഴും നല്ല ഡിമാൻഡ് ഉള്ള ഒരു മേഖലയാണ്. അപ്പോൾ ഇവർക്ക് HR അനലിറ്റിക്സ് മേഖലയിലുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂളുകൾ അറിയണം, ഇവർക്ക് നല്ല കമ്പ്യൂട്ടർ ഓറിയന്റേഷൻ ഉണ്ടാവണം, അതോടൊപ്പം തന്നെ ഇവർക്ക് നല്ലൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഒരു നോളജ് ഉണ്ടാവണം, സ്റ്റാറ്റിസ്റ്റിക്സിനെ കുറിച്ചുള്ള ഒരു നോളജ് ഉണ്ടാവണം, ആ ഒരു ഓറിയന്റേഷൻ ഉണ്ടാവണം. അപ്പം HR മാത്രം പഠിച്ചിട്ട് കാര്യമില്ല, ഇതിനകത്തേക്കൊക്കെ ഉള്ളൊരു ഇന്റർ ഡിസിപ്ലിനറി ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് വരാൻ സാധിക്കും. സെയിം ഇപ്പൊ നമ്മൾ ലീഗൽ സ്റ്റഡീസ് ഉള്ള പ്രൊഫഷണൽസിനെ എടുക്കുകയാണെങ്കിൽ അവർക്ക് ലേബർ റൂൾസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഹ്യൂമൻ റിസോഴ്സിനകത്തേക്ക് വരാനായിട്ട് സാധിക്കും. ഇപ്പൊ ലീഗൽ സ്റ്റഡീസ് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ലേബർ റൂൾസ് പഠിക്കുന്നു, അതോടൊപ്പം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ പവർ BIയോ അല്ലെങ്കിൽ ഈ പറയുന്ന ടൂളുകൾ പഠിക്കുന്നു, കോമ്പൻസേഷൻ മാനേജ്മെന്റും പേറോൾ അഡ്മിനിസ്ട്രേഷനും ബേസിക് ആയിട്ടുള്ള CAPD ലെവൽ 3 കൂടി എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കും ഇതിനകത്ത് ഹ്യൂമൻ റിസോഴ്സിലേക്ക് വരാനായിട്ട് സാധിക്കും. സെയിം ഇപ്പൊ നമ്മൾ സൈക്കോളജി, BA സൈക്കോളജി അല്ലെങ്കിൽ BSc സൈക്കോളജിയോ MS സൈക്കോളജി എടുത്ത കുട്ടികളാണെങ്കിൽ ഇതേ രീതിയിൽ തന്നെ CAPD സർട്ടിഫിക്കേഷൻസ് എടുക്കുന്നു, അല്ലെങ്കിൽ ലേണിംഗ് ആൻഡ് ഡെവലപ്മെന്റിന്റെ സർട്ടിഫിക്കേഷൻസ് എടുക്കുന്നു. അതിനുശേഷം അവർക്ക് ട്രെയിനിങ്ങിലേക്ക് വരാം, അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിനകത്തേക്ക് വരാം. ആ ഒരു ഏത് ലെവലിനകത്തേക്കും അവർക്ക് വരാനായിട്ട് സാധിക്കും. ഇതൊരു ഇന്റർ ഡിസിപ്ലിനറി ഫീൽഡാണ്. നമ്മൾ കറക്റ്റ് ആയിട്ട് ബ്ലെൻഡ് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. ഏതൊക്കെ കോഴ്സുകൾ നമ്മൾ ബ്ലെൻഡ് ചെയ്തിട്ട് ഇതിനകത്തേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ്. അപ്പം അവസരങ്ങൾ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്യുമ്പോഴാണ്, ശരിക്കും നല്ലൊരു ചോദ്യമായിരുന്നു, താങ്ക് യു സോ മച്ച് ജോ. അപ്പൊ ഇങ്ങനൊരു ബ്ലെൻഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് അതിനെ അൺലീഷ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം ഇന്ന് എല്ലാം തന്നെ ഒരു പല ഡിപ്പാർട്ട്മെന്റുകൾ ഒന്നിച്ച് ചേർന്ന് ഒരുമിച്ച് വർക്ക് ചെയ്തെങ്കിൽ മാത്രമാണ് ഒരു ഓർഗനൈസേഷൻ കൃത്യമായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കും. അപ്പൊ നമുക്ക് എന്ന് പറയുന്ന പോലെ തന്നെയാണ് HR ആ കറക്റ്റ് ആയിട്ട് അൺലീഷ് ചെയ്യണമെങ്കിൽ ഇതുപോലെയുള്ള പല ഇന്റർ ഡിസിപ്ലിനറി ഫീൽഡ്സും കണക്ട് ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് അതിനു വേണ്ടി സാധിക്കുക. ഓക്കെ സാർ, താങ്ക് യു സോ മച്ച്. അപ്പം ഈ ഒരു മേഖല സത്യം പറഞ്ഞാൽ നമ്മളിങ്ങനെ HR മേഖലയിൽ നിന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ കേട്ടിട്ടേ ഉള്ളൂ. അപ്പം എന്താണ് ഈ ഒരു HR കഷ്ടപ്പാടുകൾ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങളിലൂടെയാണ് അവർ കടന്നു പോകുന്നത്, ആൻഡ് ഈ ഒരു മേഖലയിലേക്ക് എത്തിപ്പെടാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെ
എന്നതെല്ലാം നമ്മൾ കേട്ടു ഉയരയിലൂടെ. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നവരോട് ഇപ്പൊ കുട്ടികളുണ്ട്, മാതാപിതാക്കളുണ്ട്, ആ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. സാറിന് എന്താണ് ഇനി അവസാനമായിട്ട് പറയാനായിട്ടുള്ളത് എല്ലാവരോടും കൂടിയായിട്ട്? പ്രധാനമായിട്ടും പറയാനുള്ളത് പറയുന്നത് നമ്മള് ക്ലാസ്സിൽ പഠിക്കുന്നത് മാത്രം വെച്ച് ലിമിറ്റ് ചെയ്യരുത്. അതാണ് എനിക്ക് ഒന്നാമത് പറയുന്നത്. കാരണം ഇന്ന് അവസരങ്ങൾ ഒരുപാടുണ്ട്, നമ്മുടെ കൺമുന്നിൽ ഒരുപാട് അവസരങ്ങളുണ്ട്. അപ്സ്കില്ലിങ്ങിന് ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്. കാരണം ഇന്ന് അപ്സ്കില്ലിങ് വളരെ ആക്സസിബിൾ ആണ്. കാരണം ഒരുപാട് പ്ലാറ്റ്ഫോം ഫ്രീ ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻസും ഫ്രീ കോഴ്സും കൊടുക്കുന്നുണ്ട്. പല ഓൺലൈൻ സർട്ടിഫിക്കേഷൻസും നമുക്ക് കോഴ്സറ പോലുള്ള പ്ലാറ്റ്ഫോമോ യുഡമി പോലുള്ള പ്ലാറ്റ്ഫോംസിലോ ഒക്കെ നമുക്ക് പലതും ആക്സസിബിൾ ആണ്, വളരെ ഈസി ആയിട്ട് ആക്സസിബിൾ ആണ്, വലിയ കോസ്റ്റ് കുറവുമാണ്. അപ്പൊ നമ്മള് ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോഴേക്കും നമുക്ക് അയ്യോ എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് ചിന്തിക്കാതെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതിൽ എന്റെ സ്കിൽ എത്രമാത്രം ഉണ്ടെന്ന് നോക്കുക. അതോടൊപ്പം എന്തൊക്കെ ഞാൻ ചെയ്താലാണ് എനിക്ക് എന്നെ അപ്സ്കിൽ ചെയ്ത ആ ഒരു മേഖലയിലേക്ക് എത്താൻ സാധിക്കുമെന്ന് ചിന്തിക്കുക. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ളത് വലിയൊരു സ്വപ്നമാണ്. സോ നമ്മുടെ രക്ഷകർത്താക്കളും കുട്ടികളും ആദ്യം വേണ്ടത് ആ ഒരു വലിയ സ്വപ്നം കാണുക, ചെറിയ സ്വപ്നം കാണാതിരിക്കുക. കാരണം എല്ലാവരും, ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, എല്ലാവരും വലിയ നിലയിൽ പറക്കാൻ കഴിവുള്ള ആളുകളാണ് എല്ലാ കുട്ടികളും. ഒരാൾ പോലും നമുക്ക് അവരവരുടെ മേഖലയിൽ വളരെ നല്ല രീതിയിൽ പറക്കാൻ കഴിവുള്ള കുട്ടികളാണ്. അപ്പം അത് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്ത് ആ ഒരു വലിയ സ്വപ്നം കണ്ട് ആ വലിയ സ്വപ്നത്തിലേക്ക് എത്താൻ എന്തൊക്കെ അപ്സ്കില്ല് ചെയ്യണം തോന്നി സ്ഥിരമായി അപ്സ്കില്ല് ചെയ്യുക. ഞാൻ എല്ലാ 3 വർഷം കൂടുമ്പോഴും പുതിയതായി ഒരു കോഴ്സ് ചെയ്യുന്ന വ്യക്തിയാണ്. എന്തെങ്കിലും പുതിയൊരു കോഴ്സ്, പുതിയൊരു മേഖലയെ കുറിച്ച് പഠിച്ച് ട്രെയിൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. സോ എന്ന് പറയുന്നത്, കാരണം എനിക്ക് ഇന്ന് മാർക്കറ്റിൽ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എന്റെ ജോലിയിൽ എനിക്ക് നന്നായി പെർഫോം ചെയ്യണമെങ്കിൽ ഈ ഓരോ പുതിയ കാര്യങ്ങളെ കുറിച്ചും എനിക്ക് അറിഞ്ഞിരിക്കണം. ഞാൻ അപ്സ്കില്ല് ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പൊ ഇപ്പൊ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് ആണെങ്കിലും കുട്ടികളാണെങ്കിലും പഠിക്കുന്ന കുട്ടികളാണെങ്കിലും നിങ്ങൾ അപ്സ്കില്ല് ചെയ്തുകൊണ്ടേയിരിക്കുക. ലേണിംഗ് നെവർ സ്റ്റോപ്സ്. ഇതാണ് എനിക്ക് പറയാനുള്ള ഒരു റിക്വസ്റ്റ്. വലിയ സ്വപ്നം കാണുക എന്നും അതിനു വേണ്ടിയിട്ട് അപ്സ്കില്ല് ചെയ്തുകൊണ്ടേയിരിക്കുക, ഉയരങ്ങളിൽ പറക്കുക. താങ്ക് യു. യെസ്, അപ്പം ഇക്കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നത് ഒരു കരിയർ മാപ്പിങ്ങിന് വേൾഡ് റെക്കോർഡ് ഹോൾഡർ ആയിട്ടുള്ള ശ്രീ കിരൺ GS സാറാണ്. സാർ താങ്ക് യു സോ മച്ച്. ഒരുപാട് കാര്യങ്ങൾ ഇപ്പം സാർ ഇപ്പം ഈ ഒരു HR മേഖലയെ കുറിച്ചാണ് പറഞ്ഞത് എന്നുണ്ടെങ്കിലും പ്രധാനമായിട്ടും എടുത്തു പറഞ്ഞൊരു കാര്യം അപ്സ്കില്ല് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പം എല്ലാ മേഖലയിലും ഉള്ളവർക്കൊരു ഒരു എന്താ പറയുക, ഒരു എൻലൈറ്റനിങ് കൂടിയായിരുന്നു അത്. താങ്ക് യു സോ മച്ച് ഫോർ ബീങ് വിത്ത് അസ്. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. താങ്ക് യു സോ മച്ച് വൺസ് അഗെയിൻ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. യെസ്, ഉയരയിൽ നമ്മൾ ഇന്ന് കേട്ടുകൊണ്ടിരുന്നത് HR മാനേജ്മെന്റ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന മേഖലയെക്കുറിച്ചാണ്. ഒരുപാട് കാര്യങ്ങൾ കേട്ടല്ലോ. അതിൻ്റെ സ്കിൽ സെറ്റ് എന്തൊക്കെ വേണം, സോഫ്റ്റ് സ്കിൽ, അതുപോലെ തന്നെ അനലറ്റിക് സ്കില്ല്, ടെക്നിക്കൽ സ്കില്ല് വേണം എന്നുള്ളതും, ഈ ഒരു മേഖല എന്താണ്, ഒരു ഓപ്പറേഷണൽ ജോബാണ് എന്നുള്ളത് കേട്ടു. ഇതിൽ തന്നെ CIPD, റിക്രൂട്ട്മെന്റ്, N&D, പീപ്പിൾ അനലിസ്റ്റ്, അങ്ങനെ സൊസൈറ്റി ഫോർ ഹ്യൂമൻ റിസോഴ്സ്, അങ്ങനെ പല മേഖലകളെക്കുറിച്ച് നമ്മൾ കേട്ടു. അതുപോലെ തന്നെ ഇതിനകത്ത് വരുന്ന മറ്റ് ഇന്റർ ഡിസിപ്ലിനറി കോഴ്സുകൾ എന്തൊക്കെയെന്നുള്ളത് കേട്ടു. ഇതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് എന്തൊക്കെയെന്നുള്ളത് കേട്ടു. അങ്ങനെ പല തരത്തിലുള്ള ഈ ഒരു മേഖലയെക്കുറിച്ച് നമ്മൾ കേട്ടു. ഇതുപോലെ നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പല മേഖലകളുണ്ട്. നമ്മൾ അവിടെ ചെന്ന് ജോലി വേണമെന്ന് ആഗ്രഹിക്കുന്ന മേഖലകളുണ്ട്. അതെന്താണ്, എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് അറിഞ്ഞിട്ട് വേണം നമ്മൾ ആ ഓരോ മേഖലയിലേക്കും നമ്മൾ കാലെടുത്ത് വയ്ക്കാനുണ്ട്. അപ്പം ഇതുപോലെ ഓരോ കോഴ്സുകളെക്കുറിച്ചും പറയുന്ന ഈ ഉയരെ എന്ന പരിപാടി ഇന്ന് മാത്രമേ ഇവിടെ അവസാനിക്കുന്നുള്ളൂ. ഈ ഒരു നിമിഷം ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയും ഇതുപോലെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കോഴ്സുകളുമായിട്ടും നമ്മൾ എത്തുന്നതായിരിക്കും. സോ ഇന്ന് കേട്ട ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് കേട്ട കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഉപകാരപ്രദമായി എന്ന് വിശ്വസിച്ചുകൊണ്ട് this is RJ Jo signing off from Uyere and you are listening to Sargakshetra 89.6 FM കാതൂർ. കരുതലായി കാലത്തിനൊപ്പം. 89.6